സഭയുടെ ദൗത്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സഭയുടെ ദൗത്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മളത് പറഞ്ഞ് അവസാനിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നേ. സഭയ്ക്കൊരു ദൗത്യമുണ്ട്. പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന അർഹമായി നൽകി കുമ്പിട്ട് നമസ്കരിക്കാൻ ഒരർത്ഥമുണ്ട്. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹിമപ്പെടുത്തുക, ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിയുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിനായി നമ്മെ സമർപ്പിക്കുക. ഇതെല്ലാം ആരാധനയോടുള്ള ബന്ധത്തിൽ പ്രസക്തമായിട്ടുള്ള ചിന്തകളാണ്. ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിയുമ്പോൾ ഒരുവനിൽ നിന്നുണ്ടാകുന്ന പ്രതികരണമാണ് എന്ത്? ആരാധന എന്ന് പറയുന്നത്. ഞാൻ മിക്ക സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം മനുഷ്യന്റെ രക്ഷയായിരുന്നു. സ്തോത്രം. ഇത്ര വലിയ രക്ഷയെന്നാണ് രക്ഷയെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ രക്ഷ ഏറ്റവും വലിയ രക്ഷയാണ്. വലിയ രക്ഷയാകാൻ കാരണം അതിനുവേണ്ടി മുടക്കിയ മുതൽ വലുതായിരുന്നു. ദൈവം തന്റെ പുത്രനെ അതിനുവേണ്ടി നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്നു. അതുകൊണ്ട് അതിന് കൊടുത്ത വില വലുതായതുകൊണ്ട് നമുക്ക് ലഭിച്ച രക്ഷയും വലിയ രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ കാര്യം മനുഷ്യന്റെ രക്ഷയാണെങ്കിൽ, മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ദൈവത്തിന് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആരാധനയാണ്. ആ ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്ന ആ പ്രതികരണം, ദൈവത്തിന് കൊടുക്കുന്ന ആ മഹത്വം, അവന്റെ മഹിമയെ തിരിച്ചറിഞ്ഞു കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. അത് ഒരു പാട്ടിൽ ഒതുങ്ങുന്നതല്ല, ഒരു വർഷിപ്പിൽ തീരുന്നതല്ല. ജീവിതകാലം മുഴുവൻ ഒരു ആരാധനയിലാണ് ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ആരാധനയിൽ തന്നെയാണ്. നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ ആരാധനയിലാണ്. വാഹനം ഓടിച്ചു വരുമ്പോൾ ആരാധനയിലാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനുഭവമാണ്. അതൊരാളുടെ പ്രേരണയാൽ ചെയ്യേണ്ട കാര്യമല്ല. ജീവിതകാലം മുഴുവൻ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഭയം നിമിത്തമല്ല. സ്തോത്രം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അവിടുന്ന് അതിന് യോഗ്യനായിരിക്കുന്നത് കൊണ്ടാണ്. സ്വർഗത്തിലും ആരാധനയുണ്ട് അല്ലേ? സ്തോത്രം. സ്വർഗത്തിൽ പ്രസംഗം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർഗത്തിൽ പ്രബോധനമില്ല, സ്വർഗത്തിൽ സ്തോത്ര കാഴ്ചയില്ല, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. പക്ഷെ അവിടെ എന്തോ ഉണ്ട്? ആരാധനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാധന അവിടെ തുടരുകയാണ്. അപ്പൊ ആരാധന സഭയുടെ വലിയൊരു ദൗത്യമാണ്. ആരാധിക്കുന്നവരെല്ലാവരും ആരുടെ മഹിമയെ തിരിച്ചറിയണം? ദൈവത്തിന്റെ മഹിമയെ തിരിച്ചറിയണം. ദൈവസഭയിൽ കടന്നു വരുമ്പോൾ എന്ത് കിട്ടും എന്നുള്ള ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. എന്ത് എനിക്ക് കർത്താവിന് കൊടുക്കുവാനായിട്ട് കഴിയും? കാര്യം, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന ഒരുവൻ എനിക്കുണ്ട്. ആ കർത്താവിന് വേണ്ടി എനിക്ക് ഇന്ന് എന്ത് കൊടുക്കുവാനായിട്ട് കഴിയും? സ്തോത്രം. എന്താ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നമ്മുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കടമയാണ്. രണ്ടാമതായിട്ട് മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുക. ഫെലോഷിപ്പ്. അത് ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ്. ഫെലോഷിപ്പ്, കൂട്ടായ്മ. കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ആനന്ദകരമായ അനുഭവമായി തീരണം. കൂട്ടായ്മയുടെ ആവശ്യം എന്താണെന്ന് അറിയാമോ? പരസ്പരം ധൈര്യപ്പെടുത്തുവാനും ഗുണദോഷിക്കുവാനും പഠിക്കുവാനും ഒക്കെ നമുക്ക് കൂട്ടായ്മ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭാ കൂടിവരവുകളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. സഭായോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രൈഡേയിലുള്ള സൺഡേയിലുള്ള യോഗങ്ങൾ മാത്രമല്ല, സഭയുടെ കൂടിവരവുകളൊക്കെ സഭായോഗങ്ങളാ. കഴിവുള്ളിടത്തോളം ആ യോഗങ്ങളിൽ സംബന്ധിച്ചിരിക്കണം. അതിനെ ഉപേക്ഷിക്കരുത്, അതിനെ നിസ്സാരമായിട്ട് കാണരുത്. അതിൽ സംബന്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത്. ഒരു ആത്മീയൻ ഒരിക്കലും കൂട്ടായ്മയെ അവഗണിക്കുന്നവനല്ല. ആ കൂട്ടായ്മയിലൂടെ പരസ്പരം ധൈര്യപ്പെടുത്തുന്നതിനും പരസ്പരം ഉത്സാഹത്തിൽ വർധനവുണ്ടാകുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും ഒക്കെ കൂട്ടായ്മ നമ്മളെ സഹായിക്കുന്നതാണ്. പരസ്പരം പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ അന്യോന്യം പ്രാർത്ഥിക്കുക. സ്തോത്രം. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക. ശക്തമായൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ നമുക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മുടെ വിഷയങ്ങളെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളും ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് ഒന്നിച്ചു വസിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന സഭ, അവർ ഒന്നിച്ചു വസിക്കുമെന്ന് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിൽ ശക്തീകരണം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം.
പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കും. പരസ്പരം പ്രാർത്ഥിക്കുവാൻ സഭ നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ കൂട്ടായ്മ ആവശ്യമാണ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുവാൻ, അന്യോന്യം സഹായിക്കുവാനായിട്ട് കൂട്ടായ്മ വേണം. സ്തോത്രം. എല്ലാവർക്കും നന്മ ചെയ്യണം, വിശേഷാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും നന്മ ചെയ്യണം, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു സത്യം തന്നെയാണ്. പിന്നെ ദൈവവേലയ്ക്ക് നമ്മെ സജ്ജരാക്കുവാൻ സഭ നമുക്ക് ആവശ്യമാണ്. സഭയുടെ ഏറ്റവും വലിയൊരു ദൗത്യം, മറ്റൊരു ദൗത്യമാണ് ഗോസ്പലൈസേഷൻ, സുവിശേഷീകരണം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് സദ്വാർത്തയാണ്. ഈ ലോകത്തിൽ അനേക വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുവാൻ കൊള്ളാവുന്ന ശരിയായിട്ടുള്ള സ്തോത്രം എല്ലാ മനുഷ്യനും ആവശ്യമായിട്ടുള്ള ഒരേ ഒരു വാർത്തയുള്ളൂ, അതത്രേ സുവിശേഷം. അത് സദ്വർത്തമാനമാണ്. ആ സുവിശേഷം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ്. സ്തോത്രം. സന്തോഷമെന്നല്ല സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൂതന്മാര് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിച്ചത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, അല്ലെ? സർവ്വജനത്തിനും, ജനത്തിനെന്നല്ല, സർവ്വജനത്തിനും. ജനത്തിനെന്നായിരുന്നുവെങ്കിൽ യഹൂദന് മാത്രമായി അത് മാറിയേനേം. എന്നാൽ ജനത്തിനെന്നല്ല, സർവ്വജനത്തിനും. സ്തോത്രം. സകല മനുഷ്യവർഗത്തിനും സകല മാനവജാതിക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. സന്തോഷമല്ല, മഹാസന്തോഷം. മനുഷ്യന്റെ സ്തോത്രം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. സുവിശേഷം മനുഷ്യനിൽ മഹാസന്തോഷം ഉളവാക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാകുന്ന പാപത്തിന് പരിഹാരം വരുത്തിയത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. മനുഷ്യനെ അലട്ടിയിരുന്ന, മനുഷ്യനെ ഭീതിപ്പെടുത്തിയിരുന്ന, മനുഷ്യന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റിയ, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ ആ മരണത്തെ, നിത്യ ന്യായവിധിയെ, നിത്യ നരകത്തിൽ നിന്ന് മനുഷ്യന് സന്തോഷം നൽകിയത് സുവിശേഷമാണ്. അതുകൊണ്ട് സുവിശേഷം അത് മഹാസന്തോഷമാ. എല്ലാവരും പറഞ്ഞ സുവിശേഷം എന്താണ്? യേശുവിന്റെ ജനനം മഹാസന്തോഷമാ. സകല മനുഷ്യവർഗത്തിന്റെയും പൊതുവായ പ്രശ്നമാകുന്ന ആയിരുന്ന പാപത്തിന് പരിഹാരം വരുത്തിയത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെയാ. അതുകൊണ്ട് ആ സുവിശേഷത്തിന്റെ ആനന്ദം നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. യേശു നിന്റെ പാപത്തെ രക്ഷിക്കുന്നു, യേശു നിന്റെ പാപത്തെ മോചിക്കുന്നു. നീ ഇനി പാപിയായി മരിക്കണ്ട, നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ ഇനി പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് എങ്ങും പോകണ്ട, നീ ഒരു ദാനവും ചെയ്യണ്ട, ഒരു കർമ്മവും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട. യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചാൽ മതി. നിന്റെ പാപത്തിന്റെ കുറ്റം ദൈവം ക്ഷമിച്ചു തരും. ഈ സന്ദേശമാ സുവിശേഷം. യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിനകത്ത് യേശുവിന്റെ ജനനമുണ്ട്, സുവിശേഷത്തിനകത്ത് യേശുവിന്റെ മരണമുണ്ട്, സുവിശേഷത്തിനകത്ത് യേശുവിന്റെ ഉയർത്തുനിൽപ്പുണ്ട്. പൗലോസ് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷത്തിനകത്ത് 3 കാര്യമുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജനനം അതിൽ കിടപ്പുണ്ട്. സുവിശേഷം പറയുന്നവരെല്ലാം മനസ്സിലായിക്കോളാം. യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയണം, തീർന്നില്ല. യേശുവിന്റെ മരണം അതിനകത്തുണ്ട്, എന്തിന് യേശു മരിച്ചു, തീർന്നില്ല. യേശുവിന്റെ ഉയർപ്പ്. ഇതാണ് സുവിശേഷത്തിന്റെ കഥലായ സത്യം എന്ന് പറയുന്നത്. സദ്വാർത്തയാണ് ഗോസ്പൽ. ഗോ ആൻഡ് സ്പെൽ, പോയി പറയുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് സുവിശേഷീകരണം. അപ്പം സഭ എന്തിനാന്ന് ചോദിച്ചാൽ സുവിശേഷീകരണത്തിന് നമ്മളെ സജ്ജരാക്കുവാനായിട്ടാണ് സഭ. ഓരോ വിശ്വാസിയും മിഷണറിയാണ്. സ്തോത്രം. ഒരു ഭാവിയുള്ള സ്ഥലം ഒരു മിഷൻ ഫീൽഡാണ്. ഓരോ വിശ്വാസികളും മിഷണറിമാരായിട്ട് മാറണം, സുവിശേഷീകരണത്തിൽ സജ്ജരാകണം. പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞത് നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എല്ലാവരുടെ മേലും ഒരു നിർബന്ധം കിടപ്പുണ്ട്. ഈ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്റെ മേലൊരു നിർബന്ധം കിടപ്പുണ്ട്. എന്താ നിർബന്ധം? സ്തോത്രം. സുവിശേഷം അറിയിക്കാനുള്ള ഒരു നിർബന്ധം. പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷം നിമിത്തം സ്തോത്രം കടക്കാരനാണ്. സ്തോത്രം അല്ലേ? സുവിശേഷം നിമിത്തം ഞാൻ ആരാണ്? മറ്റുള്ളവരോട് ഞാൻ കടക്കാരനായിരിക്കുന്നു. സുവിശേഷം കേട്ടിട്ടില്ലാത്ത എല്ലാ മനുഷ്യരോടും എനിക്കൊരു കടമുണ്ട്. സ്തോത്രം. സുവിശേഷം നമ്മളെ നിർബന്ധിക്കുന്നു, നമ്മളത് നിമിത്തം കടക്കാരാണ്. സ്തോത്രം. സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകും, സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും.
പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ട ഒരു സുവിശേഷം വിശ്വസിക്കാത്ത, അനുസരിക്കാത്ത ഒരു വ്യക്തി നഷ്ടപ്പെട്ടവനാണ്. സ്തോത്രം. അതുകൊണ്ട് സുവിശേഷീകരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സഭയുടേത്. എനിക്ക് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഞാനത് സ്റ്റോപ്പ് ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. തീർന്നില്ല. ശക്തമായ ഒരു സാക്ഷ്യം ലോകത്തിൽ പുലർത്തുവാൻ നമുക്ക് സഭ വേണം. ലോകത്തിനു മുമ്പിൽ നമുക്കൊരു സാക്ഷ്യം പറയാനായിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം. Gospel according to John chapter 13 verse 35. There we read യോഹന്നാൻ 13-ന്റെ 34 മുതൽ വായിച്ചാട്ടെ. verse 34 onwards. 34. ശക്തമായ ഒരു സാക്ഷ്യം ലോകത്തിൽ പുലർത്തുവാൻ സഭ നമുക്ക് ആവശ്യമാണ്. എന്താണ് നമ്മൾ ലോകത്തിൽ പുലർത്തേണ്ട, ലോകത്തിന് പങ്കുവെക്കേണ്ട ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്? സുവിശേഷം അറിയിക്കുമ്പോൾ തന്നെ സ്തോത്രം, തമ്മിൽ സ്നേഹിക്കുക. ആ സ്നേഹത്തിലൂടെ മറ്റുള്ളവർ അറിയണം നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സഭ കൊണ്ട് അത് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് സഭാജനങ്ങളിൽ വിദ്വേഷങ്ങളോ പിണക്കങ്ങളോ പകയോ മത്സരങ്ങളോ സ്തോത്രം ഉച്ചനീചത്വങ്ങളോ പാടില്ല എന്ന് പറയുന്നത്. സഭയുടെ സാക്ഷ്യം മറ്റുള്ളവർ കാണണം. സ്തോത്രം. അവർ ഒരു സഭ തിരഞ്ഞെടുക്കുമ്പോൾ സ്തോത്രം അവർ പറയണം അവരുടെ താഴ്മ പ്രശംസനീയമാണ്, അവരുടെ ഐക്യത പ്രശംസനീയമാണ്. കണ്ടോ ആ സഭയ്ക്ക് എത്രമാത്രം സ്നേഹമാ, കണ്ടോ അവരുടെ കൂട്ടായ്മ, ഒരു പ്രശ്നത്തിന് മുമ്പിൽ അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ നിലകളിൽ അന്യോന്യം വിഭാഗീയതകളില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന, സ്തോത്രം, സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്ന, കർത്താവിന്റെ കൽപ്പന അതുപോലെ അനുസരിക്കുന്ന, സ്തോത്രം, അതിലൂടെ ഒരു വലിയ സാക്ഷ്യം സഭ ലോകത്തിന് നൽകുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ താഴ്മ കണ്ട്, നമ്മുടെ സൗമ്യത കണ്ട്, നമ്മുടെ സ്നേഹം കണ്ട് അനേകർ ആ നിലയിലും കടന്നു വരേണ്ട ഒരു സ്ഥാപനമാണ്, ഒരു ആത്മീയ സ്ഥാപനമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വീകരിക്കുക എന്നുള്ള ദൈവത്തിന്റെ സഭയുടെ ദൗത്യമാണ്. ദൈവത്തെ മഹത്വീകരിക്കുക. ശക്തമായൊരു കൂട്ടായ്മയ്ക്ക് ദൈവത്തിന്റെ സഭ ആവശ്യമാണ്. കൂട്ടായ്മ എന്തിനാണെന്ന് ചോദിച്ചാൽ പരസ്പരം ധൈര്യപ്പെടുന്നതിനും ഗുണദോഷിക്കുന്നതിനും വിശ്വാസത്തിൽ ശക്തരായി മാറുന്നതിനും കൂട്ടായ്മ ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മ ആവശ്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ കൂട്ടായ്മ ആവശ്യമാണ്. സഭ എന്തിനാണെന്ന് ചോദിച്ചാൽ സഭ, സ്തോത്രം, ലോകത്തെ നേടുവാനായിട്ട്, സുവിശേഷീകരണത്തിനായിട്ട് സഭ ആവശ്യമാണ്. സഭയുടെ ദൗത്യം അതാണ്. തീർന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ശക്തമായ ഒരു സാക്ഷ്യം, ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം പുലർത്തുവാൻ സഭ നമുക്ക് ആവശ്യം. ഇതൊക്കെ സഭയുടെ ദൗത്യങ്ങളാണ്. ഇനി മുൻപോട്ട് വരുമ്പോൾ ഹല്ലേലൂയ, ഒരു സഭയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഒരു യഥാർത്ഥ സഭയെ എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ തന്നെ എങ്ങനെ നമുക്കൊരു സഭയെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ രക്ഷിക്കപ്പെടുന്നതും വരെ വലിയ പ്രശ്നമൊന്നും നമുക്കുണ്ടാകത്തില്ല. സോദരൻ, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ ദൈവിക രക്ഷയൊക്കെ പ്രാപിക്കുന്നതിനും വരെ നമുക്ക് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷെ ആ പോയിന്റിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. പിന്നത്തെ പ്രശ്നം, ഇങ്ങോട്ട് ഏത് സഭയിലേക്കാണ് പോകുന്നത്? ഇവിടുത്തെ ദൃശ്യ സഭകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് വേണമല്ലോ. അപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? ഏത് സഭയിൽ പോകണം? ഏതാ നല്ല സഭ? ഏതാ ബിബ്ലിക്കലായിട്ടുള്ള സഭ? ഇത് നമ്മുടെ ഒരു പൊതുവായ പ്രശ്നമായിട്ട് മാറാറുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്കൊരു അറിവ് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു സഭയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒഴിവാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒരു സഭ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്, പരിഗണിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ പറയാം. ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ്, ഒരു പരിപൂർണമായ സഭയെ സ്തോത്രം അവിടെ പോകുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഈ ലോകത്തിൽ ദൈവത്തിന്റെ സഭ അതിന്റെ തനതായ അർത്ഥത്തിൽ അത് പരിപൂർണമാണെങ്കിലും ഒരു ദൃശ്യസഭയും, ഈ ഭൂമിയിലെ ഒരു ദൃശ്യസഭയും എന്തല്ല, പരിപൂർണമല്ല. സ്തോത്രം. എല്ലാ ന്യൂനതകളും തീർന്ന ഒരു ദൃശ്യസഭയെ, ദൈവത്തിന്റെ സാർവത്രിക സഭയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അദർശ്യ സഭയെ കുറിച്ചല്ല. ഈ ഭൂമിയിലുള്ള ഒരു ദൃശ്യസഭയും ഒരു പരിപൂർണതയുള്ള ഒരു സഭയായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. അങ്ങനെ പരിപൂർണമായ ഒരു സഭയും ഈ ഭൂമിയിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ സഭയിൽ നിന്ന് സഭയിലേക്കുള്ള യാത്രകൾ, സ്തോത്രം, അത് ശരിയായിട്ട് വിശകലനം ചെയ്തിട്ട് മാത്രമേ നമ്മൾ സഭയെ തിരഞ്ഞെടുക്കാവൂ. സ്തോത്രം. ഒരു സഭയിലേക്ക് നമ്മൾ വന്നു,
രക്ഷിക്കപ്പെട്ടു, നമ്മളൊരു സഭയിലേക്ക് വന്നു. ആ സഭയിലെ ഒരാള് നമ്മളോട് മിണ്ടിയില്ല എന്ന കാരണത്താൽ, നോക്കിയില്ല എന്ന കാരണത്താൽ, ഒരു അവസരം തന്നില്ല എന്ന കാരണത്താൽ, പാസ്റ്റർ ശുശ്രൂഷയ്ക്ക് അവസരം തന്നില്ല എന്ന കാരണത്താലൊക്കെ സഭ വിട്ടുപോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പോകുന്ന രീതികളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല, പ്രത്യക്ഷത്തിലുള്ള ഘടന കണ്ടുള്ള തീരുമാനം, ഒരു സഭയുടെ ബിൽഡിംഗ് കണ്ട്, ഒരു സഭയുടെ പാസ്റ്ററുടെ വണ്ടി കണ്ടിട്ട്, അല്ലെങ്കിൽ ആ പാസ്റ്ററുടെ ചിരി കണ്ടിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ സാമ്പത്തികം കണ്ടിട്ട്, ഇങ്ങനെ പ്രത്യക്ഷത്തിലുള്ള ഘടനകളൊക്കെ കണ്ടിട്ട്, അയ്യോ അവർക്ക് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സൗകര്യങ്ങളുണ്ട്, കുറച്ച് ആളുകളുണ്ട്, അവിടെ വരുന്നവർക്കെല്ലാം ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഇങ്ങനെ പ്രത്യക്ഷത്തിലുള്ള ഘടന കണ്ട് ഒരു സഭയും നമ്മൾ തിരഞ്ഞെടുക്കരുത്. അതൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് ഒഴിവായി പോകണം. പിന്നെ ഒരു സഭയെ നമ്മൾ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെ ഞാൻ പറയാം. ഒന്നാമതായിട്ട് നോക്കണം, സുവിശേഷം വ്യക്തമായിട്ട് അവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ആ സഭയിൽ വ്യക്തമായിട്ടും ശക്തമായിട്ടും പ്രസംഗിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. തീർന്നില്ല, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്നതിന്റെ ആവശ്യകത ആ സഭ പഠിപ്പിക്കുന്നുണ്ടോ? സ്തോത്രം. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സഭ പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. മൂന്നാമതായിട്ട്, ആ സഭയ്ക്ക് പ്രാർത്ഥനാ യോഗങ്ങളുണ്ടോ, ആ സഭയ്ക്ക് ഫെലോഷിപ്പ് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ആമേൻ, സ്തോത്രം. നാലാമതായിട്ട്, ആ സഭയ്ക്ക് മിഷൻ പ്രവർത്തനങ്ങളുണ്ടോ, സുവിശേഷീകരണത്തിൽ എത്രമാത്രം ആമേൻ സജ്ജരാണ്, എത്രമാത്രം താല്പര്യം ആ സഭയ്ക്കുണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. തീർന്നില്ല, സ്തോത്രം. വിശുദ്ധിയും വേർപാടും ആ സഭ പാലിക്കുന്നുണ്ടോ? വേദപുസ്തകം അനുശാസിക്കുന്ന വിശുദ്ധിയും വേർപാടും ആ സഭ പാലിക്കുകയും അതിന്റെ പഠിപ്പീരുകൾ ആ സഭയിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ശരിയായിട്ടുള്ള ശിക്ഷണം, തെറ്റിനെ തിരുത്തുന്ന, സ്തോത്രം, തെറ്റിന് എതിരെ പ്രതികരിക്കുന്ന, തെറ്റു ചെയ്യുന്നവരെ തിരുത്തി അവരെ അനുതാപത്തിലേക്ക് കൊണ്ടുവരുന്ന ശിക്ഷണ നടപടികൾ ആ സഭയ്ക്കുണ്ടോ? അതോ എല്ലാം ശരിയാണെന്ന് പറഞ്ഞ്, സാരമില്ല എന്ന് പറഞ്ഞ് പാപത്തെ മൂടിവെച്ച് പോകുന്ന പോക്കാണോ സഭയ്ക്കുള്ളതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. മാത്രമല്ല, അവിടെ കൂടി വരുന്ന ജനത്തിന് ദൈവസ്നേഹമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കണം. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്, എല്ലാം ഇനി പറയാൻ സമയമില്ല. ഇതൊക്കെ നമ്മൾ ഒരു സഭയെ സംബന്ധിച്ച് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെയൊക്കെ കൂടിവരവുകളിൽ ഇതൊക്കെ ഇല്ല എങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സഭയുടെ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നത്. ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്. ഹല്ലേലൂയ, സ്തോത്രം. സഭയുടെ വളർച്ചയൊക്കെ പറയുമ്പോൾ 4 വിധത്തിലാണ് ഇന്ന് സഭ വളരുന്നത്. 4 വിധത്തിൽ സഭ വളരുന്നു. ഞാൻ വേഗത്തിലായിരിക്കാം ഒരുപക്ഷെ പോകുന്നത്, സമയത്തിന്റെ അഭാവ നിമിത്തവും പല കാര്യങ്ങൾ എനിക്ക് ഈ സമയത്തുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചിരിക്കണം. 4 തരത്തിലുള്ള നിലകളിലാണ് ഇന്ന് സഭകളൊക്കെ വളരുന്നത്. ഒന്ന്, സഭാ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ട്. ബയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പെറ്റുപെരുക. എനിക്ക് മക്കളുണ്ടാകുന്നു, എൻ്റെ മക്കൾക്ക് മക്കളുണ്ടാകുന്നു, അവരുടെ മക്കൾക്ക് മക്കളുണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ സഭയിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ ഓരോ കുടുംബത്തിലെയും മക്കൾ ഇങ്ങനെ ഉണ്ടായി, അവരുടെ മക്കൾ ഉണ്ടായി, അങ്ങനെ അംഗസംഖ്യ വർദ്ധിച്ച് കുറച്ച് ആളുകൾ സഭയ്ക്കകത്ത് കൂടുന്നു. ആ വളർച്ചയുടെ പേരാണ് ബയോളജിക്കൽ ഗ്രോത്ത്, ജീവശാസ്ത്രപരമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത്. അതൊരു വലിയ വളർച്ചയൊന്നും അല്ല, സഭയുടെ ഒരു വലിയ വളർച്ചയായിട്ടൊന്നും അതിനെ പറയാൻ സാധിക്കും. നമ്മുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം കൂടെ വന്ന് 10-200 വർഷം ഈ ഭൂമി ഒരു കുടുംബമായി കഴിയുമ്പോൾ ഒരുപാട് ആളുകൾ ആ സഭയ്ക്കകത്ത് വരും. സ്തോത്രം. അതൊരു വലിയ വളർച്ചയല്ല, ഒരു സാധാരണ വളർച്ചയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നുള്ള ഒരു വളർച്ചയാണ് എന്താണ്, ട്രാൻസ്ഫർ ഗ്രോത്ത്. ട്രാൻസ്ഫർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ, സ്തോത്രം, കേരളത്തിലുള്ള ഒരു സഭയിൽ കൂടുന്ന ഒരാള് മറ്റൊരു സ്ഥലത്ത് വന്ന്, അല്ലെങ്കിൽ കുവൈറ്റിൽ വന്ന് അവിടെ ഒരു സഭയിൽ അംഗങ്ങളാകുന്നതോടുകൂടി ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു വളർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം ഓൾറെഡി അവര് മറ്റൊരിടത്തെ അംഗങ്ങളാ. ദൈവത്തിന്റെ സഭ ഇവിടെ കുറച്ച് ആളുകൾ കൂടിയെന്നല്ലാതെ ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു വളർച്ചയും അതിലൂടെ ഉണ്ടായില്ല. ആരും ഇവരെല്ലാം ഓൾറെഡി സഭയിലെ അംഗങ്ങളാ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? ഇവിടെ അത് കൂടിയപ്പോ അവിടെ കുറഞ്ഞു. നിങ്ങൾ നാട്ടിലായിരുന്ന സഭയിൽ നിന്ന് നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നു, അവിടുത്തെ സഭയിൽ കുറഞ്ഞു. ഇവിടെ വന്നപ്പോ ഇവിടെ കൂടി. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ ഗ്രോത്ത് കൊണ്ട് കോട്ടയത്തു നിന്നുള്ള ഒരാൾ കോഴിക്കോട്ട് പോയതുകൊണ്ട് കോട്ടയത്തെ സഭയുടെ അംഗസംഖ്യ കുറഞ്ഞു, കോഴിക്കോട്ടെ സഭയുടെ അംഗസംഖ്യ കൂടി. കോഴിക്കോട്ട് നിന്ന് ഒരാൾ കുവൈറ്റിലേക്ക് വന്നപ്പോൾ കോഴിക്കോട്ടെ സഭയുടെ അംഗസംഖ്യ കുറഞ്ഞു, കുവൈറ്റിലെ അംഗസംഖ്യ കൂടി. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയ്ക്കൊന്നും ഒരു പ്രത്യേക വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ആ സഭ അതുപോലെ തന്നെ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ഗ്രോത്ത് ആണ് സ്പ്ലിറ്റ് ഗ്രോത്ത്. എ എന്ന് പറയുന്ന സഭയിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി മറ്റൊരാള് ബി എന്ന് പറയുന്ന സഭയിലേക്ക് പോകുന്നതോടെ ബി വളർന്നു, എ പിളർന്നു. അല്ലേ? കേരള കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞ പോലെ പിളരുംതോറും അല്ലേ, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ. അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ
ഒഴിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒഴിവാക്കേണ്ട വളരെ ലോകത്തിൽ തെറ്റായ ഒരു സാക്ഷ്യമാണ് അതിലൂടെ നൽകുന്നത്. ലോകത്തിന് തെറ്റായ ഒരു സാക്ഷ്യം. സ്തോത്രം. പലയിടത്തും അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. സുവിശേഷീകരണമൊക്കെ എല്ലായിടത്തും നടക്കുന്നു, ആത്മാക്കളൊക്കെ വരുന്നു. ഒരാള് എന്നോട് പറഞ്ഞത് അതും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാ. കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കപ്പയൊക്കെ നടുമ്പോൾ, കപ്പയുടെ കമ്പൊക്കെ നടുമ്പോൾ എങ്ങനെയാ കപ്പയുടെ കമ്പ് നടുന്നത്? നമ്മളെവിടെങ്കിലും പോയി കപ്പ നടാനായിട്ട് വലിയൊരു കപ്പത്തടി ഇല്ലേ കൊണ്ടുവന്നിട്ട് അതുപോലെ കുഴിച്ചു വെക്കുവാണോ? ആണോ? അങ്ങനെ കുഴിച്ചു വെച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാവോ? ഇല്ല. അത് കുഴിച്ചു വെച്ചിട്ട് അത് പാകമാകുമ്പോൾ നിങ്ങൾ പിഴുതാല് 4 കപ്പ അതിനകത്ത് കിട്ടും. പക്ഷെ ആ കപ്പത്തടി ഒരു 10 കഷ്ണമായിട്ട് മുറിച്ചിട്ട് 10 എടുത്ത് നട്ടാൽ ആ 10 കപ്പ വീഴുമ്പോഴും, ഹലോ മനസ്സിലാണോ, ആ 10 കപ്പ വീഴുമ്പോഴും എന്തോ ഉണ്ടാവും? ബലം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാളൊരു അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് ഈ പല സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഗുണമുണ്ടായെങ്കിലും നമുക്ക് ഈ ലോകത്തിൽ അതൊരു തെറ്റായ സാക്ഷ്യമാണത് അത് നൽകുന്നത്. നമ്മൾ ശരിയായിട്ട് പ്രവർത്തിച്ചാൽ ഈ ഫലങ്ങളെല്ലാം ഇങ്ങനെ മുറിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. സ്തോത്രം. മനുഷ്യന്റെ പല സ്വാർത്ഥതകളും പല സ്ഥാനമാനങ്ങളും മറ്റു പല ഘടകങ്ങളും ഒക്കെയാണ് ഈ നിലകളിലൊക്കെ സഭകളെ അതുകൊണ്ട് ലോകത്തിൽ തെറ്റായ സന്ദേശം ഇങ്ങനെയുള്ള ഡിവിഷൻസ് നൽകുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. ഇപ്പൊ സ്പ്ലിറ്റ് ഗ്രോത്ത് ഉണ്ട്. ഇവിടെ നിന്ന് ഒരാൾ മറ്റിടത്തോട്ട് ചാടി. സ്തോത്രം. പല ഇടങ്ങളിലും അവിടെ ഒരു അനുതാപം ഉണ്ടാകാതെ അത് സംഭവിച്ചിരിക്കുന്നത്, മാനസാന്തരം ഉണ്ടാകാതെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വലിയ ആത്മീയമായിട്ടൊന്നും ഒരു നേട്ടവും അതിലൂടെ ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. നമ്മുടെ ജീവിതം എപ്പോഴും മാനസാന്തരത്തിന്റെ അനുഭവത്തിലുള്ള ജീവിതമായിരിക്കണം. സ്പ്ലിറ്റ് ഗ്രോത്ത് ഉണ്ട്, അങ്ങനെ സഭ വളരും. 4ാമത്തെ ഗ്രോത്ത് ആണ് ശരിയായിട്ടുള്ള ഗ്രോത്ത്. ഇവാഞ്ചലിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സുവിശേഷീകരണത്തിലൂടെയുള്ള വളർച്ച. ഒരു സഭയിലെ ഒരു വിശ്വാസി പോയി മറ്റൊരു ക്രൈസ്തവനോട്, രക്ഷിക്കപ്പെടാത്ത ഒരുവനോട് യേശു ജീവിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ കണ്ടെത്തിയ അത്ഭുതകരമായ ഒരു സത്യമുണ്ട്, താങ്കൾ ഇത് കേട്ടിട്ടുണ്ടോ? സ്തോത്രം. മനുഷ്യന്റെ പാപത്തിന് ശിക്ഷയുണ്ട്, നിത്യനരകമുണ്ട്, ന്യായവിധിയുണ്ട്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? സ്നേഹിത, മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. താങ്കൾ ഇന്ന് രാത്രിയിൽ മരിച്ചാൽ, ഇന്ന് നിന്റെ ജീവനെ ദൈവം നിന്നോട് ചോദിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? നീ അറിയേണ്ട സന്ദേശമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവരാജ്യമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, അവന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട് എന്നുള്ള ആ സന്ദേശം നമ്മളൊരു വ്യക്തിയോട് അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനിൽ പ്രവർത്തിക്കും. അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നടക്കും. അവൻ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുമ്പോൾ അവനിൽ മാനസാന്തരം വെളിപ്പെടും. ആ മാനസാന്തരപ്പെടുന്നതോടുകൂടി അവനിൽ വിശ്വാസം വർദ്ധിക്കും. അങ്ങനെ വീണ്ടും ജന്മം അവനിൽ നടക്കും. അങ്ങനെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ സഭ വളരാനായിട്ട് തുടങ്ങും. അങ്ങനെ സഭയിലെ ഓരോ വ്യക്തികളും ഓരോ സ്ഥലങ്ങളിൽ പോയി യേശുക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നതിലൂടെ സഭയ്ക്കുണ്ടാകുന്ന വളർച്ച ഇവാഞ്ചലിക്കൽ ഗ്രോത്ത്, സുവിശേഷീകരണം നിമിത്തമുള്ള വളർച്ച. അങ്ങനെ വളരുമ്പോഴാണ് ദൈവസഭയ്ക്ക് വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ നരകം കാലിയായിക്കൊണ്ടിരിക്കും, നരകത്തിന്റെ അംഗസംഖ്യ കുറയും, ദൈവസഭയുടെ അംഗസംഖ്യ ആ നിലയിൽ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ വർദ്ധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സഭയൊക്കെ വളരുന്നത്. 4 തരത്തിലുള്ള സഭാ വളർച്ച ഇന്ന് കണ്ടുവരുന്നു. 1 ബയോളജിക്കൽ ഗ്രോത്ത്, 2 ട്രാൻസ്ഫർ ഗ്രോത്ത്, 3 സ്പ്ലിറ്റ് ഗ്രോത്ത്, വേറെ പേരുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. 4ാമത്തേത് ഇവാഞ്ചലിക്കൽ ഗ്രോത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രോത്ത് ഏതായിരിക്കണം? ബ്രദറെ, ഇത് ശരിയൊന്നല്ല, നമുക്ക് അങ്ങോട്ട് മാറി ഒരെണ്ണം അങ്ങ് തുടങ്ങിയാലോ. അവിടെ ബേസ്മെന്റ് കിടപ്പുണ്ട്, നമുക്കാണെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ ആ ബ്രദറിനെ ഇച്ചിരി സംസാരിക്കാനൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ തുടങ്ങുന്നതല്ല ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തെറ്റായ ഒരു സാക്ഷ്യം ലോകത്തിൽ ഉണ്ടാവുകയും സ്വതന്ത്രം അടുത്ത ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള ഒരു വഴി അതിനകത്തുനിന്ന് ഉണ്ടാകും. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുറച്ചാൾ കഴിയുമ്പോൾ അതിനകത്തൊരു സൗന്ദര്യപ്പണക്ക് വരും, അതിനകത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടാകും. അങ്ങനെ ജീവിതകാലം വഴി ഇങ്ങനെ അങ്ങോട്ട് പോകേണ്ടി വരും. അതിനൊന്നും ഒരു പ്രതിഫലം ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇവാഞ്ചലിക്കൽ ഗ്രോത്ത്, സുവിശേഷം അറിയിക്കണം. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നമ്മളൊക്കെ അയ്യോ കഷ്ടം എന്നൊക്കെ പറയുന്നത് അപ്പോഴാ മറ്റു പലതും സംഭവിക്കുമ്പോഴാണ്. പക്ഷേ നമ്മൾക്ക് പറയാൻ കഴിയണം, പൗലോസ് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ യഹൂദന്മാർക്കും യവനന്മാർക്കും ബർബരന്മാർക്കും എല്ലാം സുവിശേഷ നിമിത്തം കടക്കാരനാകുന്നു. ആ സുവിശേഷത്തിന്റെ നല്ല പോർ പൊരുതുവാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു സഭ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സത്യത്തിന്റെ ശരിയായ വിശകലനം സഭയ്ക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. സത്യത്തിന്റെ ശരിയായ വിശകലനം.
എന്ന് പറഞ്ഞാൽ ആ സഭയുടെ അടിസ്ഥാനം സഭ, സ്തോത്ര, സഭയെ പണിയുന്നവൻ കർത്താവാണ്, സഭയുടെ അടിസ്ഥാനം കർത്താവ് തന്നെയാ. എന്നാൽ ദൈവവചനത്തിന്റെ ആധികാരികത എത്രമാത്രം ആ സഭ വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മള് പല സഭകളെ നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെയൊക്കെ ഒരു പൊതുവായ പ്രശ്നം, പെന്തക്കോസ്ത് വേർപെട്ട സമൂഹങ്ങൾ ഒഴികെ മറ്റു സഭകളിലൊക്കെ അവര് ചിന്തിക്കുന്ന ചിന്ത ഇങ്ങനെയാണ്: സഭ എന്ന് പറയുന്നത് ബൈബിളിന് മുകളിലാണ് എന്ന് ചിന്തിക്കുന്ന സഭകൾ ഒത്തിരിയുണ്ട്. സ്തോത്രം. അവിടെ സഭയ്ക്കും സഭാ നേതൃത്വത്തിനും ബൈബിളിനേക്കാൾ ഉപരിയായ സ്ഥാനം കൊടുക്കുന്ന നാമധേയ സഭകളൊക്കെ അങ്ങനെയാണ്. ഞാൻ ഒക്കെ പലയിടങ്ങളിൽ സുവിശേഷം അറിയിക്കാനായിട്ട് ഒക്കെ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങളുടെ ആളുകളെ ഒന്നും ഞങ്ങളുടെ വീട്ടിൽ കേട്ടരുതെന്ന് ഞങ്ങളുടെ സഭ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സഭയിലെ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിക്കും, എന്താ അതിന്റെ കാരണം? ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണോ? ബൈബിളിന്റെ അടിസ്ഥാനത്തൊന്നും അല്ല, സഭ പറഞ്ഞിട്ടുണ്ട്. സഭ എന്തു പറയുന്നോ അതാണ് ഞങ്ങളുടെ പ്രമാണം, ഞങ്ങളുടെ അധ്യക്ഷൻ എന്തു പറയുന്നോ അതാണ് ഞങ്ങളുടെ അടിസ്ഥാനം. അങ്ങനെ വിശ്വസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവര് സഭയ്ക്കും സഭാ നേതൃത്വങ്ങൾക്കും അപ്രമാദിത്യം കൽപ്പിക്കുന്നു. അവരുടെ സഭാ നേതൃത്വത്തിന് തെറ്റാവരമുണ്ട് എന്ന് അവര് പഠിപ്പിക്കുന്നു. അവര് പറയുന്നതെല്ലാം ആപ്തവാക്യം പോലെ സ്വീകരിച്ചുകൊള്ളണം, അതിന് ബൈബിളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകണമെന്നുള്ളത് നിർബന്ധം അല്ല. പാരമ്പര്യങ്ങൾ അങ്ങനെ പറയുന്നു, പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഞങ്ങൾ ആചരിച്ചു വന്നു, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. എന്നാൽ വേർപെട്ട സമൂഹങ്ങളിലേക്ക് വരുമ്പോൾ, വേർപെട്ട സമൂഹങ്ങളിൽ അപ്രമാദിത്യം സഭയ്ക്കല്ല, വേർപെട്ട സമൂഹങ്ങളിൽ അപ്രമാദിത്യം ശുശ്രൂഷകന്മാർക്കല്ല, ദൈവവചനത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സഭ എന്ത് പറയുന്നു എന്നുള്ളതല്ല നമുക്ക് പ്രധാനം. സ്തോത്രം. സഭയുടെ പാസ്റ്റർ എന്ത് പറയുന്നു എന്നുള്ളതല്ല നമുക്ക് പ്രധാനം. നമുക്ക് പ്രധാനം ദൈവവചനം എന്ത് പറയുന്നു. ചേർന്ന് സ്തുതിച്ചാട് ഹല്ലേലൂയ. സഭ പറഞ്ഞത് ദൈവവചനത്തിൽ ഉണ്ടോ, പാസ്റ്റർ പ്രസംഗിച്ചത് ദൈവവചനത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നവരാണ് വേർപെട്ട ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ബെരോവിക്കയിലുള്ള സഭയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്, വായിക്കാൻ സമയമില്ല. സ്തോത്രം. ബെരോവിയൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് വായിക്കുന്നത് അവര് തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്നാ. എല്ലാവരും പദം പറഞ്ഞിട്ട് ഉത്തമന്മാരായിരുന്നു. കാണാൻ കൊള്ളാവുന്നവരായിരുന്നു എന്നല്ല എന്റെ ആശയം, സാമ്പത്തികം കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നല്ല, അവർ ഉത്തമന്മാരായിരുന്നു. എങ്ങനായിരുന്നു അവർ ഉത്തമന്മാരായിരുന്നത്? അവർ തിരുവെഴുത്തുകളെ കേൾക്കുക മാത്രം ചെയ്യാതെ അവ അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിക്കുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട് ഹല്ലേലൂയ. കേൾക്കുന്നതെല്ലാം കേട്ടിട്ട് തലകുലുക്കി പോകുന്നവരായിരുന്നില്ല. ആമേൻ. സ്തോത്രം. ബെരോവിക്കയിലുള്ള വിശ്വാസികൾ തെസ്സലോനിക്കയിലുള്ളവരെ കാട്ടിലും ഇവർ ഉത്തമന്മാരാ. ചില സഭയിലെ വിശ്വാസികൾ മറ്റു സഭകളെക്കാൾ ഉത്തമന്മാരാകും. ഉത്തമന്മാരാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ദൈവവചനം അങ്ങനെ തന്നെയാണോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിക്കുമായിരുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞ് മറ്റാരെങ്കിലും വായിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പുസ്തകമല്ല നമ്മുടെ കയ്യിലുള്ള വേദപുസ്തകം. ഓരോ ദിവസവും അത് വായിക്കണം. ചിലയിടങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചിലയിടങ്ങളിലൊക്കെ ചെന്നാൽ ചിലര് മരിച്ചു കിടക്കുമ്പോൾ ഓരോരുത്തരും എടുത്തു വെച്ച് ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുന്നത് കാണാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മരിച്ചു കിടന്നവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വേദപുസ്തകം വായിച്ചിട്ടില്ലാത്തവനാ. അതുകൊണ്ട് അവൻ മരിക്കുമ്പോഴെങ്കിലും കേൾക്കട്ടെന്ന് വിചാരിച്ചായിരിക്കും അടുത്തിരുന്ന് ഇങ്ങനെ ഓരോരുത്തർ സ്ത്രീകൾ ഇരുന്ന് ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുക. എന്തോനാ വായിച്ചു കേൾപ്പിക്കുക എനിക്കറിയത്തില്ല. അവരിങ്ങനെ ഈണത്തിൽ ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുക. ഈ ജീവിച്ചിരിക്കുമ്പോൾ വായിക്കേണ്ട പുസ്തകമാ വേദപുസ്തകം. ഇത് തലേണക്കടിയിൽ വെച്ച് പേടി മാറാൻ വേണ്ടി വെച്ചുകൊണ്ട് കിടക്കേണ്ട പുസ്തകമല്ല. ഇതിലെ ഓരോ വചനങ്ങളെയും പരിശോധിച്ച് അതിനെ ഹൃദയത്തിൽ പ്രാവർത്തികമാക്കേണ്ട വചനങ്ങളാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് സഭ എന്ന് പറയുന്നതിനെക്കാട്ടിലും സഭ പറയുന്നത് ദൈവവചനത്തിലുണ്ടോ. സഭയെക്കുറിച്ച് പാസ്റ്റർ പറയുന്ന കാര്യങ്ങളാണ് വചനത്തിലുള്ളത്. ബൈബിളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പുസ്തകം എന്ന് പറയുന്നത്. ലിഖിത രൂപത്തിലുള്ള ദൈവിക വെളിപ്പാടാണ് ദൈവവചനമാകുന്ന ബൈബിൾ. മനുഷ്യന് മനസ്സിലാക്കാത്തതും ഗ്രഹിക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യം വാമൊഴിയിലൂടെയും വരമൊഴിയിലൂടെയും ദൈവം മനുഷ്യനോട് ഇടപെടുന്നു. അതാണ് ദൈവിക വെളിപ്പാടെന്ന് പറയുന്നത്. വെളിപ്പാടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. സ്തോത്രം. വാമൊഴിയിലൂടെയും വരമൊഴിയിലൂടെയും ദൈവം മനുഷ്യനും സ്വതവേ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം മനുഷ്യനോട് സംസാരിക്കുന്നു. അതിനെ റെവലേഷൻ, മറനീക്കി കാണിക്കുന്ന അപ്പോകാലിപ്സിസ്, വെളിപ്പാട് എന്ന് അതിനെക്കുറിച്ച് പറയാറുണ്ട്. ബൈബിൾ എന്ന് പറയുന്നത് ദൈവിക വെളിപ്പാടാ. സ്തോത്രം. ലിഖിത രൂപത്തിലുള്ള എഴുതപ്പെട്ട സ്തോത്രം വെളിപ്പാടാണ് ദൈവവചനം. ദൈവവചനം ഒരു പ്രവചനമാണ്. ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയിട്ടുള്ളതാ, സംസാരിച്ചിട്ടുള്ളതാ ദൈവവചനം.
ആ ദൈവവചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്. ആ വചനം എന്തു പറയുന്നു, നിന്റെ ജീവിതത്തെ കുറിച്ച് എന്ത് പറയുന്നു, നിന്റെ വിശ്വാസത്തെ കുറിച്ച് എന്ത് പറയുന്നു, നീ അനുഷ്ഠിക്കേണ്ട ക്രമങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു, നിത്യജീവനെ കുറിച്ച് എന്ത് പറയുന്നു, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. വേർപെട്ട സഭകളുടെ അടിസ്ഥാനം സഭാ നേതൃത്വങ്ങളോ സഭയോ അല്ല, വേദപുസ്തകമാണ്. നമ്മളൊക്കെ വേദപുസ്തകം വിശ്വസിക്കുന്നവരാ. അതൊന്ന് എടുത്തു പിടിച്ച് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട് പ്രിയപ്പെട്ടവരെ. കയ്യിലൊന്ന് എടുത്തേ, ആ തിരുവെഴുത്തിനായിട്ട് സ്തോത്രത്തിനായിട്ട് ഈ തിരുവെഴുത്തുകളെ നമ്മൾ വിശ്വസിക്കുക, അതുപോലെ വിശ്വസിക്കുക. 66 പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളുടെ സമാഹാരമാണ് വേദപുസ്തകം. അനേക പുസ്തകങ്ങളുടെ ഒരു പുസ്തകമല്ല ഇത്. പുസ്തകമെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഒരൊറ്റ പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവവചനമാകുന്ന ബൈബിൾ മാത്രമാണ്. സ്തോത്രം. മനുഷ്യനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ഏക പുസ്തകം വേദപുസ്തകമാണ്. സ്തോത്രം. പ്രവചനങ്ങൾ നിവൃത്തിയായിട്ടുള്ള ഏക പുസ്തകം വേദപുസ്തകമാണ്. മനുഷ്യന് രൂപാന്തരം വരുത്തുന്ന പുസ്തകം വേദപുസ്തകമാണ്. ഏറ്റവും അധികം കൃത്യതയുള്ള പുസ്തകം വേദപുസ്തകമാണ്. ഈ പുസ്തകമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഈ പുസ്തകം എടുത്തവനൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം പ്രസംഗിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം ഏത് കുടുംബത്തിൽ വന്നുവോ, ഏത് രാജ്യത്ത് വന്നുവോ, അവിടെയെല്ലാം ദൈവിക വിടുതൽ ഉണ്ടായിട്ടുണ്ട്. അത് ദൈവവചനമാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരപ്പച്ചൻ പ്രായമായി കിടന്നപ്പോ മോനോട് പറഞ്ഞു, മോനെ പുസ്തകം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. മോൻ ചോദിച്ചു, അപ്പച്ച ഏത് പുസ്തകമാണ്? അപ്പച്ചന്റെ മറുപടി, മോനെ പുസ്തകം എന്ന് പറയാൻ ഒറ്റ പുസ്തകമേ ലോകത്തിലുള്ളൂ. പുസ്തകമെന്ന പേരിന് യോഗ്യമായ ഒരേ ഒരു പുസ്തകം അത് ദൈവവചനമാകുന്ന ബൈബിളാണ്. അത് തിരുവെഴുത്താണ്. ബൈബിളിന്റെ മറ്റൊരു പേരാണ് തിരുവെഴുത്ത്. അതതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര്. എന്താ തിരുവെഴുത്ത്? അവൻ തിമോഥെയോസിൽ നമ്മൾ വായിക്കുന്ന എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ, ബാക്കി പറയാമോ, സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഗുണീകരണത്തിനും ശാസനത്തിനും നീതിയിലെ അഭ്യസനത്തിനും ഇതെന്താണ്? പ്രയോജനം ഉള്ളതാണ്. അപ്പം ബൈബിൾ എന്ന് പറയുന്നു, സഭ എന്ന് പറയുന്നുള്ളതല്ല, സഭയിലെ പാസ്റ്റർ എന്ന് പറയുന്നുള്ളതല്ല. അവർ പറഞ്ഞ കാര്യം കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അവർ പറഞ്ഞത് ബൈബിളിലുള്ള കാര്യമാണെങ്കിൽ അതിനെ അംഗീകരിക്കണം. അങ്ങനെ നമ്മൾ അനുസരിക്കുന്നതിലൂടെ ആരായിട്ട് മാറും? നമ്മൾ ഉത്തമന്മാരായിട്ട് മാറും. ചേർന്ന് പറഞ്ഞാട്ടെ, ഉത്തമന്മാരായിട്ട് മാറും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിസ്തു അത് പഠിപ്പിച്ചോ? ക്രിസ്തു അത് പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ അതിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ? ആദിമസഭ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ഓരോ ഉപദേശങ്ങളിൽ നോക്കും. ക്രിസ്തു അതിനെ കുറിച്ച് വല്ലതും പഠിപ്പിച്ചായിരുന്നോ? ഏതെങ്കിലും ഒരു സബ്ജക്ട് ക്രിസ്തു അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ അതിന്റെ കണ്ടിന്യൂവേഷൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആദിമസഭ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് അനുസരിക്കാം, അംഗീകരിക്കാം. അങ്ങനെയാണ് നമുക്കത് പരിശോധിക്കേണ്ട കഴിയുന്നത്. അപ്പം യഥാർത്ഥ സഭ എന്ന് പറയുന്നത് ഉപദേശത്തിൽ അയവില്ലാത്ത സഭയായിരിക്കും. അയഞ്ഞ സഭകളോട് ആ മനുഷ്യർക്കൊക്കെ ഇഷ്ടം. അയഞ്ഞത്. എഫെസോസിലുള്ള സഭ ഒരു അയഞ്ഞ സഭയായിരുന്നു. പലതിലും ഒരു അയവ് ഉണ്ടാക്കി, പല അതിരുകളെ മാറ്റി. പിതാക്കന്മാർ വെച്ച അതിരുകളെ മാറ്റുന്ന പണ്ടത്തെ അതിരുകൾ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, സഭയുടെ പുരോഗതിക്ക് വേണ്ടിയൊക്കെ സ്തോത്രം ദൈവജനത്തിൽ നിന്ന് മനസ്സിലാക്കിയ മാർമിക വിഷയങ്ങളെ കോർത്തിണക്കി പിതാക്കന്മാർ വെച്ചിട്ടുള്ള പണ്ടത്തെ അതിരുകളുണ്ട്. അതിരുകളെ ഒന്നും മാറ്റാനായിട്ട് പോകരുത്. അതിരുകളെയൊക്കെ മാറ്റിയെടുത്തൊക്കെ അപകടം വന്നിട്ടുണ്ട്. അതൊക്കെ പരാജയത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഉപദേശത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്തതായിരിക്കണം ദൈവത്തിന്റെ സഭ. വചനത്തിൽ സ്തോത്രം, വചനത്തിൽ മറ്റൊന്നിനോടും അനുരഞ്ജനപ്പെടാത്തതായിരിക്കണം. മറ്റൊന്നിനോട് ഒരു കോംപ്രമൈസ് ഇല്ല. സ്തോത്രം. ദൈവവചനം വിട്ട് വേറൊരു കോംപ്രമൈസ് ഇല്ല. ഏത് ആചാരമാണെങ്കിലും ഏത് അനുഷ്ഠാനമാണെങ്കിലും കൊള്ളാം, അത് ദൈവവചനം വിട്ടാണെങ്കിൽ എനിക്കതുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറയുന്നവനാണ് ദൈവസഭ വിശ്വാസി. അവനെ കാണുമ്പോൾ അവന്റെ കൂടെ, ഇവനെ കാണുമ്പോൾ ഇവന്റെ കൂടെ, അവിടെ അല്പം ഇവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം. പണ്ടത്തെ ഞാനൊരു മീനിന്റെ കാര്യം ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലേ. പാമ്പിനെ കാണുമ്പോൾ അത് കാണിക്കും അല്ലേ, മീനിനെ കാണുമ്പോൾ ഇത് കാണിക്കും. സ്വത്രം. അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല ക്രിസ്തീയ സഭയിലെ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. ദൈവസഭയ്ക്ക് ഉപദേശത്തിൽ വിട്ടുവീഴ്ചയില്ല. ദൈവസഭയ്ക്ക് മറ്റൊന്നിനോട് അനുരഞ്ജനമില്ല. ദൈവസഭ ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. അപ്പൊ സത്യവചനത്തിന്റെ ശരിയായ വിശകലനം ദൈവസഭയ്ക്ക് ഉണ്ടാകണം. പിന്നെ കാർമിക ശുശ്രൂഷകളുടെ ശരിയായിട്ടുള്ള ആചരണം. കാർമിക ശുശ്രൂഷകളുണ്ട്, കൂദാശകളല്ല. കാർമിക ശുശ്രൂഷകളായിട്ട് 2 അനുഷ്ഠാനങ്ങൾ ദൈവം സഭയ്ക്ക് തന്നിട്ടുണ്ട്. 2 അനുഷ്ഠാനങ്ങൾ കർത്താവ് സഭയ്ക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് സ്നാനം, വിശ്വാസ സ്നാനം. 2 തിരുമേശ, കർത്തൃമേശ. സ്തോത്രം. ലോർഡ് സപ്പർ, യൂക്കാറിസ്റ്റ്, ഫെലോഷിപ്പ് എന്നൊക്കെ പറയുന്ന സ്തോത്രം തിരുമേശ. ദൈവത്തിന് ഈ 2 അനുഷ്ഠാനങ്ങൾ
സഭയ്ക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. സ്തോത്രം. ഒന്ന്, സ്നാനം. സ്നാനത്തെ കുറിച്ചൊക്കെ ഇനി എനിക്ക് വിശദീകരിക്കാനുള്ള സമയങ്ങളില്ല. അത് മറ്റു ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും അതിന്റെ വിശദീകരണങ്ങൾ പിന്നീട് നമ്മൾ നടത്തും. എന്നാലും ചില ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്, തെറ്റിദ്ധാരണകൾ. അത് ഒന്ന് മാറ്റാനായിട്ട് അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പുറജാതികൾ സ്നാനപ്പെടട്ടെ? നമ്മൾ ചെന്ന് പറയുക, സ്നാനപ്പെടണം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. അത് ഞങ്ങൾക്കുള്ളതല്ല, ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ പുറജാതികൾ, ക്രിസ്ത്യാനികൾ അല്ലാത്തവർക്കുള്ളതാണെന്ന് പറയുന്ന, വീണ്ടും ജനനം പ്രാപിക്കാത്ത ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ആരാ ക്രിസ്ത്യാനി? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ രാജ്യത്ത് താമസിക്കുന്നവൻ അല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവൻ അല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തീയമായിട്ട് അംഗീകരിക്കപ്പെട്ട പേര് ഉള്ളവൻ അല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പതിവായിട്ട് പള്ളിയിൽ പോകുന്നവൻ എന്നർത്ഥമില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചിട്ടയായിട്ടുള്ള ഒരു മാതൃക ജീവിതം നയിക്കുന്നവൻ എന്ന് അതിനർത്ഥമില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ക്രമമായി വായിക്കുന്നവനാണ് എന്നതിനർത്ഥമില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ അപ്പുറമായിട്ട് ക്രിസ്തു അകത്തു വന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ആര്? ക്രിസ്ത്യാനി. അപ്പം ക്രിസ്തുവിനെ അനുഗമിക്കാത്ത, ക്രിസ്തു അകത്തു വരാത്ത ആളുകൾ അവരോട് സ്നാനപ്പെടാൻ പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പോയി പുറജാതിക്കാരോട് പറ, അത് പോയി നോർത്ത് ഇന്ത്യയിൽ പറ, അത് പോയി ഇന്നടത്ത് പോയി പറയാന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുണ്ട്, സ്തോത്രം, ഈ പുറജാതി ആരാ ഈ പുറജാതി? ഞങ്ങളൊക്കെ ഇങ്ങനെ പണ്ട് കപ്പൽ കയറി തോമസ് ലീഹയുടെ വന്നവരാണ്. അല്ലെങ്കിൽ തോമസ് ലീഹ വന്നപ്പോൾ ഞങ്ങളുടെ വല്യപ്പച്ചനാ പോയി സ്തോത്രം കപ്പലെ നിറക്കി വീട്ടിൽ കൊണ്ടുവന്ന് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങളുടെ വീട്ടിലാണ് ആദ്യത്തെ സഭ തുടങ്ങി. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്ന മറ്റേ കുടുംബമാണ്, അതിന്റെ പേരൊക്കെ അറിയാമല്ലോ, കുരിശിൻ മൂട്ടിൽ, അങ്ങനെ പേരുണ്ടായാലും തിരിതിരിക്കില്ല കേട്ടോ. കുരിശിന്റെ മൂട്ടിലാണ് ഞങ്ങളുടെ കുടുംബം, ഇന്നടത്തെയാണ് കുടുംബം. ഞങ്ങളുടെ അവിടുത്തെ ബ്രാഹ്മണന്മാർ കുറച്ചു പേരുണ്ടായിരുന്നു, അവരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, സ്വീകരിച്ചത്. 7 പള്ളി ഇവിടെ സ്ഥാപിച്ചു. പള്ളി എന്നൊക്കെ പറയുന്ന സാധനം, കെട്ടിടമൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ടായത് എത്രയോ നാളുകൾക്ക് ശേഷമാ. സ്തോത്രം. 7 പള്ളി സ്ഥാപിച്ചു. പള്ളിയിലുള്ള അംഗങ്ങളായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ കുടുംബക്കലറിയാതെ മറ്റേ ഇങ്ങനെയൊക്കെ അഭിമാന ഊറ്റം കൊള്ളുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സ്തോത്രം, ഈ പുറജാതി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൽ 2 ജാതിയേ ഉള്ളൂ എന്ന് ഇന്നലെ നമ്മൾ പഠിച്ചു. ഒന്ന് യഹൂദൻ, 2 യവനൻ. സ്തോത്രം. ഞാൻ പണ്ടൊരു അച്ഛനോട് ചോദിച്ചു, അച്ഛൻ യഹൂദനാണെന്ന് ചോദിച്ചു. അബ്രഹാമിന്റെ സന്തതി പരമ്പരപ്പെടാൻ ഞാൻ അല്ലെന്ന് പറഞ്ഞു. അല്ലയോ? അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പുറജാതിയാന്ന് പറഞ്ഞു. അച്ഛൻ പിന്നെ പുറജാതി. അതുകൊണ്ട് അച്ഛനോട് സുശേഷം പറയാൻ രാവിലെ ഇറങ്ങി വന്നേന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങ് വിട്ടുപോയി. സ്തോത്രം. അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പുറജാതിക്കാരോട് പോയി പറയാൻ പറഞ്ഞു. പലരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചു, അച്ഛൻ യഹൂദനാണെന്ന് ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛാ കേട്ടോ, ലോകത്തിൽ 2 ജാതിയേ ഉള്ളൂ. യഥോസ്തവം പറയുന്നത് 2 ജാതികൾ. ഒന്ന് യഹൂദൻ, മറ്റ് യവനൻ. യഹൂദൻ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ വംശപരമ്പര. യഹൂദന് ഒരു രാഷ്ട്രമുണ്ട്, ഒരു ജനതയാ. അച്ഛൻ അതിനകത്ത് പെട്ടാണോ ചോദിച്ചാൽ അല്ല. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഇതാ യവനൻ. ഞങ്ങളെന്ന് പറഞ്ഞാൽ യഹൂദനുമല്ല യവനുമല്ല, ഞങ്ങൾ മറ്റൊരു ജാതിയാ. യഹോവ ദൈവമാം വിശുദ്ധ ജാതി, അതാ ദൈവസഭ. ഹല്ലേലൂയ. നമ്മൾ യഹൂദനുമല്ല യവനുമല്ല, പിന്നെ നമ്മളാരാ? ദൈവസഭ. ദൈവസഭക്കാരെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? യഹൂദനിൽ നിന്നും യവനിൽ നിന്നും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണവും പാപമോചനവും വീണ്ടും ജനനമൊക്കെ പ്രാപിച്ച വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. ഇന്നലെ നമ്മൾ പറഞ്ഞു, അതിനകത്ത് മതപരമായ വേർതിരിവില്ല, ജാതീയമായ വേർതിരിവില്ല, സാംസ്കാരികമായ വേർതിരിവില്ല, സാമൂഹികമായ വേർതിരിവില്ല. യഹൂദനെന്നില്ല, യവനെന്നില്ല, പരിശോധനയെന്നില്ല, അഗ്രഹമെന്നില്ല, പിന്നെ ബർബരനെന്നില്ല, സകനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രമെന്നില്ല. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒരു അപ്പത്തിന്റെ അംശങ്ങളും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരും. അതത്രേ ദൈവം സ്ഥാപിച്ച ദൈവത്തിന്റെ സഭ. ആ സഭയിലെ ആളുകൾ വീണ്ടും ജന്മം പ്രാപിച്ചവരാണ്. സ്തോത്രം. നിങ്ങളത് പ്രാപിച്ചിട്ടില്ലെങ്കിൽ പ്രാപിക്കണം. ഇപ്പൊ പുറജാതിക്കാരനോടല്ല പറയേണ്ടത്. ഇനി പുറജാതിക്കാരനോട് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളാ പുറജാതി. നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവനായതുകൊണ്ട്, വീണ്ടും ജനിച്ചിട്ടില്ലാത്തവനായിട്ടുണ്ട് നിങ്ങൾ പുറജാതിക്കാരനാണ്. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ വന്നാൽ നിങ്ങളോട് ഈ കാര്യം പറയാൻ, നിങ്ങൾ കർത്താവിലേക്ക് തിരിയണം. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ. സ്തോത്രം. പണ്ടെന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങളെല്ലാം കള്ളന്മാരാന്ന് പറയും. നിങ്ങൾ ഉപദേശിക്കാരനാണ് കള്ളന്മാർ. ഓരോ വാർത്തകളൊക്കെ ഓരോ സമയത്ത് വരുമ്പോൾ ഭയങ്കര സന്തോഷം ഇറക്കൊക്കെ. എന്നോട് ഗൾഫാരൻ പറഞ്ഞു, പാസ്റ്ററേ, ആ അച്ഛൻ്റെ വാർത്ത വന്നേ പിന്നെ ഞങ്ങളൊന്ന് തല ഉയർത്തി നിന്നേന്ന്. ഞാൻ ചോദിച്ചാൽ അതിന് മുമ്പ് വരെ പാസ്റ്റർമാരെ കുറിച്ചുള്ള വാർത്തയായിരുന്നു ഏഷ്യാനെറ്റിലൊക്കെ വന്നേ. ഞങ്ങളെ ഇമാരെല്ലാം കളിയാക്കരുത്, ഇപ്പൊ ഒരു അച്ഛനെ പിടിച്ചെന്ന് പറയും. പണ്ടൊരു മറിയക്കുട്ടിയെ കൊലക്കേസിലെ ഒരു അച്ഛൻ, ആ അച്ഛനൊക്കെ വന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിലനിൽക്കുന്നതെന്ന് ഈ ഗൾഫിലൊക്കെ ഓരോരുത്തരും നമ്മളെ കളിയാക്കിയൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങളൊക്കെ കള്ളന്മാരാന്ന് പറയും. അപ്പൊ അവരോട് ഞങ്ങൾ തിരിച്ചടിച്ച് പറയാറുണ്ട്.
എന്നോട് പറയുന്നത്. കള്ളന്മാരെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കള്ളന്മാരുണ്ടാകാം, എല്ലാവരും നല്ലവരൊന്നുമല്ല, പക്ഷെ എല്ലാവരും കള്ളന്മാരൊന്നുമല്ല. സ്വത്രം നമ്മുടെ ഒരു തെങ്ങയിൽ ഒരു തേങ്ങ ജല്ലി കുത്തിയാന്നും പറഞ്ഞ് ബാക്കിയെല്ലാം അതുപോലാണെന്ന് പറയണോ? യേശുവിന്റെ ശിഷ്യന്മാരെ നോക്കച്ചാ, യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 12 പേരില്ലായിരുന്നോ? 12 പേരിൽ ഒരുത്തൻ കള്ളനല്ലായിരുന്നോ? കള്ളനാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവനെ അതിനകത്ത് കൊണ്ടു നടന്നേ. നമ്മളൊക്കെയാണെങ്കിൽ കള്ളനെന്ന് അറിഞ്ഞാൽ പിന്നെ അവനെ 7 അയൽ തടിപ്പിക്കുമോ? അവന്റെ പൈസ കൊടുക്കുമോ? കർത്താവ് അവനെ നിന്ന് പൈസ തിരിച്ചു മേടിച്ചൊന്നുമില്ല, പണസഞ്ചി അവനെ നിന്ന് മാറ്റിയൊന്നും, അവനെ ട്രഷർ സ്ഥാനത്തൊന്നും മാറ്റിയൊന്നുമില്ല. അവനെ തന്നെ അത് കൊടുത്തു, നീ എന്നെ അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു. ഒരാളോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ ഒരുത്തരിനകത്തുണ്ടോ. നമ്മളാണ് ഉടനെ പറഞ്ഞതിന് ഒന്ന് ശ്രദ്ധിച്ചോണേ, പുള്ളിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഇപ്പൊ നമ്മുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്, നമ്മുടെ സഭയെ വന്നിട്ടുണ്ട്. നമ്മൾ വരുന്നതിന് മുമ്പ് ആളെ കുറിച്ചുള്ള ന്യൂസുകൾ നമ്മളാണെങ്കിൽ ഇതിന് കർത്താവ് പറഞ്ഞില്ല ഒറ്റയിടത്തിൽ. നിങ്ങൾ ഒരുത്തിന് എന്നെ ഒറ്റ കൊടുക്കുന്നു പറഞ്ഞപ്പോ അത് ആരാന്ന് അങ്ങനെ നോക്കി. അത് ഞാനാണോ പത്രോസ് ഞാനാണോ, അന്ത്രോസ് ഞാനാണോ, ആരാ ഓർക്കും പിടികിട്ടിയിട്ടില്ല ആരാണെന്ന്. ആള് കൂട്ടത്തിലുണ്ട്, പക്ഷെ ആർക്കും പിടികിട്ടിയില്ല. നമ്മുടെ ഒക്കെ ഇടയിലാണെങ്കിലോ, ഹലോ ഉണ്ടോ ഇവിടെയൊക്കെ ആൾ താമസം ഉണ്ടല്ലോ. നമ്മളൊക്കെ ആയിരുന്നു ആരാ പുള്ളികളില്ലേ? ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനോ അല്ലായിരുന്നു. ഞാൻ എന്നേ 4 പേരോട് പറഞ്ഞേനെ യൂദാന്ന് പറഞ്ഞ ഇവൻ തന്നെയാ. പക്ഷെ കർത്താവ് പറഞ്ഞില്ല, അതാ ശുശ്രൂഷ, അത് പറഞ്ഞില്ല. അവനെ ഒരു അവസരം കൊടുത്തു വേണമെങ്കിൽ ഇങ്ങനെ അവനെ തന്നെ അത് കൊടുത്ത് ഇങ്ങനെ അത് തന്നെ വെച്ചോണ്ടിരുന്നു. അങ്ങനെ നമ്മൾ വായിക്കുന്നു. അപ്പം അതിൽ ഒരുത്തൻ കള്ളനായിരുന്നു അല്ലേ? ഒരുത്തൻ കള്ളനായതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ 12-ൽ 1 കള്ളനാ. അങ്ങനെ വരുമ്പോൾ 22 പേരൊരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ വെച്ചാൽ 2 കള്ളന്മാരുണ്ടാകുമെന്ന് പറഞ്ഞു. 22 അത് 4 സഭയാകുമ്പോൾ 44. അപ്പൊ 44 പേര് കൂടുന്ന ഒരു സഭയ്ക്കകത്ത് 44 പേര് കൂടുന്ന ഒരു സഭയ്ക്കകത്ത് ഒരു 4 കള്ളൻ കോമൺ ആച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സഭയിൽ ഒരു 100 പേരുണ്ടാച്ചാന്ന് പറഞ്ഞു. അതിനകത്ത് ഈ കണക്കനുസരിച്ച് അത്രയും കള്ളന്മാരൊന്നും ഇല്ലെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും കള്ളന്മാരൊന്നും ഞങ്ങളുടെ ആരേലും ഒരാൾ അവിടെ കാണും, ഇവിടെ കാണും, ഏതെങ്കിലും ഒരു ഉപദേശി കാണും, ഒരു വിശ്വാസി കാണും എന്നല്ലാതെ അത് കണ്ടുണ്ടായിരുന്നല്ലോ. അതോ അവനെയും കൊണ്ടു നടന്നില്ലേ? എന്നല്ലാതെ അടക്കി മൊത്തം പറഞ്ഞ് ആക്ഷേപിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ മറുപടി അവന് കൊടുക്കണം. എൻ്റെ ഓൻ്റെ ചുട്ട മറുപടി അവന് കൊടുക്കുമ്പോൾ അവൻ്റെ അഡ്രസ്സ് തീരും. സ്തോത്രം. അങ്ങനെ കൊടുക്കാൻ പഠിക്കണം. അതിനായി ബൈബിൾ ക്ലാസ്സിന് വരണമെന്നൊക്കെ പറയുന്നത്. നിങ്ങളൊക്കെ അത് കേട്ട് വേണം നിങ്ങൾ പോയി ജാതികളോട് പറ. നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. വെച്ചാ 2 ജാതിയുള്ളൂ, യഹൂദന ഒരു ജാതി, മറ്റൊന്ന് യവനനാ പുറജാതിയാ, ജെൻഡയിലാ, ജൂ ആൻഡ് ജെൻഡയിൽ. ജൂ എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം ജനമാ, അബ്രഹാമിന്റെ സ്വന്തം വിവരമുള്ള. അതല്ലാത്തവനെല്ലാം പുറജാതി. അച്ഛൻ ഏത് കുടുംബ പേരുള്ളവനാണേലും എന്ന് അച്ഛൻ പണ്ട് വന്നാന്ന് പറഞ്ഞാലും അച്ഛൻ പുറജാതി. അച്ഛൻ രക്ഷിക്കപ്പെട്ടേ പറ്റൂ. രക്ഷിക്കപ്പെടുന്നതോടെ അച്ഛൻ യഹൂദനും ആകത്തില്ല, യവനും ആകത്തില്ല. യഹൂദനും യവനിൽ നിന്നും വേർതിരിച്ച കൂട്ടമായിട്ടുള്ള ദൈവസഭക്കാരനായിട്ട് മാറും. ദൈവത്തിന്റെ സഭയെ ചേർക്കുവാനാച്ച യേശു വരുന്നത്. ദൈവത്തിന്റെ സഭയ്ക്കാച്ച സ്വർഗമാകത്താണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ സഭയാച്ച യേശുവിന്റെ മാളവാട്ടി. ദൈവത്തിന്റെ സഭയാ അവന്റെ മന്ദിരം. ഇതൊക്കെ പറയുമ്പോഴാണ് ഈ സുവിശേഷം സത്യമാണെന്നുള്ള ബോധ്യം ഇവർക്കൊക്കെ ഉണ്ടാകുന്നത്. സ്തോത്രം. ചിലർ പറഞ്ഞ സ്നാനത്തെക്കാൾ നല്ലതൊരു ജീവിതമല്ല. നിങ്ങളൊക്കെ സ്നാനപ്പെട്ട് ഇയാളെ നോക്ക്, ആദ്യം നിങ്ങളുടെ സഭയിലെ ആളോട് പറഞ്ഞിട്ട് വാ വാസ്റ്റർ എന്ന് പറയും. നമ്മളടുത്ത് ചെല്ലുമ്പോൾ പറയുന്ന കാര്യം ആദ്യം നിങ്ങളുടെ അടുത്ത് ഇന്നായിരുന്നു നിങ്ങളുടെ സഭയിലല്ലേ. ചിലത്തൊക്കെ പോയാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ആളിന്റെ പേര്. അവരോടൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒന്ന് മനസ്സെന്നിൽപ്പെട്ടില്ലേ. അപ്പൊ അവർ പറയാം അതിന്റെ നിങ്ങളുടെ സഭയിലൊന്നും കൂട്ട് കാര്യമില്ല, സ്നാനപ്പെടുന്നതിനെക്കാട്ടിൽ നല്ലതൊരു നല്ല ജീവിതം നയിക്കുന്നതാണ്. നമുക്ക് എന്താ ഉത്തരം പറയാനുള്ളത്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നല്ല ജീവിതം ഇമ്പോർട്ടൻ്റാ, സ്നാനപ്പെടുകയും വേണം, നല്ല ജീവിതം നയിക്കുക. അതാണ് ആൻസർ. സ്നാനപ്പെടുകയും വേണം, നല്ല ജീവിതം നയിക്കുന്നു എന്ന കാരണത്താൽ സ്നാനപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ജീവിതം നയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല സ്വർഗത്തിൽ പോകുന്നത്. എന്നാൽ സ്വർഗത്തിൽ പോകുന്നവരൊക്കെ നല്ല ജീവിതം നയിക്കേണ്ടവരാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിൽ പോകുന്നത് നല്ല ജീവിതം കൊണ്ടാണെങ്കിൽ നമ്മളെക്കാട്ടിലൊക്കെ നല്ല പ്രവൃത്തി ചെയ്ത എത്രയോ പാർട്ടികൾ ഉണ്ടെന്നറിയാമോ? നമ്മളൊക്കെ എന്തോ കൊടുക്കുന്നു, എത്ര പേർക്ക് നമ്മൾ ആഹാരം കൊടുത്തു, എത്ര പാവപ്പെട്ടവനെ സഹായിക്കുന്നു, എത്ര വീട് വെച്ച് കൊടുത്തു. ഇതിന്റെയൊക്കെ ഡബിൾ മടങ്ങ് ചെയ്യുന്ന പാർട്ടികളില്ലേ? അവരെല്ലാം സ്വർഗത്തിൽ പോകും. അങ്ങനെയാണെങ്കിൽ ഇല്ല, അല്ലല്ലോ അല്ലെ? വീണ്ടും ജന്മം പ്രാപിക്കാതെ നിനക്ക് ദൈവരാജ്യം കാണുമ്പോ കഴിയില്ലെന്ന് ഇന്നലെ പഠിച്ചു. വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല, സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. പക്ഷെ വീണ്ടും ജനിച്ചവനെ എന്താ ഉണ്ടാകണം? നല്ല ജീവിതം ഉണ്ടാകണം. പിന്നെ ചെറുത് പറയുന്നത് ദൈവം എന്നോട് സംസാരിക്കട്ടെ, ദൈവം എന്നോട് സംസാരിക്കാൻ ഞാൻ സ്നാനപ്പെടും. ഞങ്ങളോട് ചോദിക്കുന്നത് ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം സംസാരിച്ചിട്ടാണോ ചെയ്തത്? പിന്നെ ഇതിന് മാത്രം എന്താ ദൈവം സംസാരിക്കണമെന്നുള്ള ഒരു നിർബന്ധം അല്ലേ? ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കല്യാണം കഴിച്ച സമയത്ത് ദൈവം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്നോ? നിങ്ങളുടെ മോളെ സ്കൂളിൽ വിട്ടപ്പോഴ്, എൻട്രൻസിന് അഡ്മിഷൻ എടുത്തപ്പോഴ്, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിയപ്പോഴേ, നിങ്ങളൊരു കാര്യം മേടിച്ചപ്പോൾ ദൈവം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണോ അതെല്ലാം ചെയ്തേ? നിങ്ങൾക്ക് ദൈവം ഒരു ബുദ്ധി തന്നില്ലേ? ആ ബുദ്ധി നിങ്ങളുടെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കി നിങ്ങളതിനെ താരതമ്യപ്പെടുത്തിയൊക്കെ അല്ലേ നിങ്ങളൊരു സാധനം വാങ്ങിച്ചേ? സ്തോത്രം. പിന്നെ ഇനി ദൈവം അതിനു വേണ്ടി സംസാരിക്കട്ടെ എന്നൊരു വാശി എന്താ? അങ്ങനെ വാശിയാണെങ്കിൽ ദൈവം എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? അച്ഛാൻ ചോദിക്കണം. ദൈവം സംസാരിക്കുന്നത് പ്രധാനമായിട്ടും അവന്റെ വചനത്തിലൂടെ അച്ഛാന്ന് പറയണം.
അവന്റെ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, നീ സ്നാനപ്പെടണമെന്ന്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത് ദൈവദിനം പറഞ്ഞിരിക്കുക. ദൈവദിനം പറഞ്ഞിരിക്കുക, നീ കേൾക്കാതിരിക്കുന്നതിന് ആരുടെ കുഴപ്പമാ? സ്വത്രം. അപ്പൊ ദൈവം നിന്നോട് സംസാരിക്കാഞ്ഞിട്ടല്ല, സ്വതം നീ അത് കേൾക്കാത്തത് കൊണ്ട്. സ്വതം അമേരിക്കയിൽ നിന്ന് സ്വതം മോനെ അപ്പനെ വിളിക്കുക, ഫോണിൽ വിളിക്കുക, മോനെന്നും വിളിക്കുന്നുണ്ട്. അല്ലെ അപ്പൻ വിളിക്കുന്നുണ്ട് മോനെ, മോൻ വീട്ടിലിരിക്കുക. അപ്പൻ എന്ന് അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. മോന്റെ ഫോണിന്റെ വയറ് മുറിഞ്ഞു കിടക്കുക, കണക്ഷൻ ലൈൻ കട്ടായി കിടക്കുക. എത്ര സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാലും നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. വീട്ടിലിരിക്കുന്ന മോനെ അപ്പന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന കാര്യം അതിന്റെ വയറ് മുറിഞ്ഞു കിടക്കുക. പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്. പണ്ടൊക്കെ വയറ് ഇങ്ങനെ വലിച്ചായിരുന്നു, BSNL-കാർക്ക് വയറിങ്ങനെ വലിക്കുമായിരുന്നു. അപ്പൊ അത് മുറിഞ്ഞു കിടന്നാൽ കണക്ഷൻ കിട്ടത്തില്ല. അപ്പം അപ്പൻ സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ അപ്പൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്. നീ എവിടെ പ്രോബ്ലം ശരിയാക്കുക, മുറിഞ്ഞത് നേരെയാക്കുമ്പോൾ അപ്പൻ സംസാരിച്ചിരിക്കും. ദൈവമായിട്ടുള്ള ബന്ധം ക്ലിയറായി ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. അപ്പൊ വചനത്തിലൂടെ പറയുന്നുണ്ട്. പിന്നെ ദൈവദാസന്മാര് പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക നീ സ്നാനപ്പെടണമെന്നുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ സത്യമാണെന്ന് അറിയാതിരിക്കുക. ഇനിയും ദൈവം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്നോട് ദൈവം സംസാരിക്കാൻ പോകുന്നില്ല. നിന്നെ ദൈവം അങ്ങ് തള്ളത്തേ ഉള്ളൂ. ദൈവത്തിന്റെ കഠിനവാശി എന്ന് പറഞ്ഞ പ്രസംഗം ഞാൻ കേട്ടു. ദൈവത്തിന്റെ കഠിനവാശി ഒരുപാട് നോക്കിയിട്ട് അല്ലേ, സ്വതന്ത്രം പ്രതിപുസ്തകത്തിൽ വായിക്കുന്നില്ലേ, ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും എന്ത് ചെയ്യുന്നില്ല, സദായാലും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ടൈമുണ്ട്, ഇതൊക്കെ ഒരു സമയമുണ്ട്. സ്വതന്ത്രം. അതുകൊണ്ടാണ് ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നോട് സംസാരിക്കട്ടെ എന്നുള്ള ചോദ്യം ദൈവം സംസാരിക്കാഞ്ഞിട്ടല്ല, നീ കേൾക്കാഞ്ഞിട്ടാ. ദൈവം സംസാരിക്കുന്ന ദൈവിക മീഡിയ പ്രധാനമായിട്ട് ബൈബിളാണ്. ബൈബിൾ വായിച്ചു നോക്കുക, അതോടെ എന്നോട് സംസാരിക്കും. ബൈബിൾ വായിക്കാതെ ആരുടെ കുഴപ്പം? ദൈവദാസന്മാരിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇത് അംഗീകരിച്ച വിശ്വാസികളുടെ ജീവിതത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും ദൈവം സംസാരിക്കണമെന്നുള്ള പിടിവാശി വിട്ട് ദൈവം സംസാരിക്കാഞ്ഞിട്ടല്ല, നീ കേൾക്കാഞ്ഞിട്ടാണ് എന്ന് പറയാൻ കഴിയണം. പിന്നെ ചെറിയ ക്രൂശിലെ കള്ളൻ, ഹലോ, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടോ? ചെറുടെ ചോദ്യം. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടായിരുന്നു, അവൻ ഹൃദയസേ പോയില്ലേ അല്ലേ? ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, ഈ ക്രൂശിലെ കള്ളനെയാണ് ആൾക്ക് ഇഷ്ടം ഇപ്പോഴും അല്ലെ. ഗോൽഗോഥാ മലയിൽ 3 കുരിശുണ്ട്, അതിനകത്ത് നടുവിലത്തെ ഒരു കുരിശുണ്ട്. ആ കുരിശിൽ കിടക്കുന്ന ആളിന്റെ കാര്യം നമുക്ക് വിഷയമല്ല. ആരുടെ കാര്യം നമുക്ക് വിഷയം? കള്ളൻ. അപ്പുറത്തെ കള്ളൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറയുന്ന കാര്യം, ഈ കള്ളന്മാര് പറയുന്നത് കേൾക്കട്ടെ, നീ കർത്താവ് പറയുന്നത് കേൾക്ക്. പിന്നെ നീയും അതുപോലെ ക്രൂശി കിടക്കുകയാണോ? ഇനി ഒരു ചാൻസ് ഇല്ല, ഓക്കെ, നീ സ്നാനപ്പെടേണ്ട, കർത്താവ് നിന്നെ കൊണ്ടുപോയിക്കോളും. നീ അങ്ങനെ ഒരു അവസാന നിമിഷത്തിൽ കിടക്കുക. ഇതെല്ലാം മനസ്സിലാക്കി എല്ലാം വെച്ചിട്ട് അവസാന നിമിഷത്തിൽ കിടക്കുന്ന കാര്യമല്ല പറയുന്നത്. ഇതൊന്നും അറിയത്തില്ല, നീ അവസാന നിമിഷം ചാവാനായിട്ട് കിടക്കുന്ന സമയത്ത് ഓക്കെ നീ രക്ഷിക്കപ്പെട്ടാൽ മതി, സ്വർഗത്തില് പോകും. ഇല്ലേ, യേശു എന്താ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞെന്നറിയാം അല്ലേ? ഈ കള്ളന് ക്രൂശിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്നാനപ്പെടാൻ കർത്താവ് ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കള്ളനോട് കർത്താവ് പറയാം, ഓക്കെ നീ ഒരു കാര്യം ചെയ്യും, സ്വർഗത്തിലൊന്നും പോകത്തില്ല, ഇറങ്ങിപ്പോയി സ്നാനപ്പെട്ടു വാ, പിന്നെ കയറിയാമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അങ്ങനെ വിട്ടിരുന്നെങ്കിൽ അവനെ മശിഹായിട്ട് അവന്മാർ അംഗീകരിച്ചേനെ. കാര്യം യേശുവിനെ ക്രൂശിക്കുമ്പോൾ ഇവന്മാർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ക്രിസ്തു ആണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാമോ? നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, ക്രിസ്തു ആണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതി, ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം. അന്നേരം ആ കർത്താവ് ഇവനോട് പറഞ്ഞ ഒരു കാര്യം, നീ സ്നാനപ്പെട്ടൊന്നുമില്ലല്ലോ, ഇറങ്ങിപ്പോക്കോ. സ്നാനപ്പെട്ടു. ഇവൻ ഇറങ്ങി വരുമ്പോൾ ഇവനെ പിടിച്ചെന്തോ ആക്കും? മറ്റേ 2 പേരും ഇറങ്ങി വന്നില്ല, ഇവനെ ഇറങ്ങി വന്നിരിക്കും, ഇവൻ തന്നെയാണ് എന്ത് മശിഹാന്ന് പറഞ്ഞേനെ. പിന്നെ സ്നാനത്തെ കുറിച്ചുള്ള കൽപ്പനയൊക്കെ കൊടുക്കുന്നത് പിന്നീടാണല്ലോ. പുതിയ നിയമസഭയ്ക്കുള്ള കൽപ്പനയാ സ്നാനം. കള്ളൻ പുതിയ നിയമസഭയുടെ അംഗമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചാണല്ലോ ദൈവത്തിന്റെ സഭ. അപ്പം കള്ളൻ സ്നാനപ്പെട്ടു എന്നുള്ളത് ഒരു പ്രധാന കാര്യമല്ല. സ്തോത്രം. പെട്ടില്ലെന്നുള്ളത് പ്രധാന കാര്യമല്ല. കള്ളൻ പറഞ്ഞതല്ല, കള്ളൻ ചെയ്തതല്ല നമ്മുടെ വിഷയം, കർത്താവ് പറഞ്ഞതാ നമ്മുടെ വിഷയം. സ്തോത്രം. ഗോൽഗുഥായിലെ ക്രൂശിൽ കിടക്കുന്ന കള്ളനെയല്ല നമ്മൾ മാതൃകയാക്കേണ്ടത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. പൗലോസ് പറഞ്ഞു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തി. സമയം പെട്ടെന്ന് തീരുവാണല്ലോ. 3, ഒരിക്കൽ സ്നാനപ്പെട്ട പിന്നെ സ്നാനപ്പെടണോ? ചേട്ടാ ചോദ്യം. ഒരിക്കൽ ഞങ്ങൾ പണ്ട് കൊച്ചിലെ കുഞ്ഞായിരുന്നപ്പോൾ സ്നാനപ്പെട്ടായിരുന്നു. ഇവിടെ വല്യപ്പച്ചൻ പറഞ്ഞായിരുന്നു, മശിഹായെ സ്വീകരിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു. എൻ്റെ വല്യപ്പച്ചൻ പോയി പറഞ്ഞ മശിഹായെ സ്വീകരിച്ചു. എൻ്റെ വല്യപ്പച്ചനും മശിഹായെ സ്വീകരിച്ചിട്ടില്ലായിരുന്നു, ഞാനും കുറച്ചാൾ വരെ സ്വീകരിച്ചിട്ടില്ലായിരുന്നു അല്ലേ.
എങ്ങനെ പോയി തലത്തൊട്ടപ്പൻ എന്ന് പറഞ്ഞല്ലേ നമുക്ക് വേണ്ടി പറയാം. അപ്പോഴാ കൊച്ചു കരയും. കൊച്ചു പറയുന്നത് കള്ളത്തരമാണേ ഞാൻ സ്വീകരിച്ചിട്ടില്ലേ എന്ന് പറയും. വെള്ളം അങ്ങോട്ട് വീഴുമ്പോൾ കൊച്ചും കരയത്തുന്നില്ലേ. കൊച്ചു പറയും കള്ളത്തരമാണേ ഞാൻ സ്വീകരിച്ചിട്ട് ഇല്ല. പക്ഷെ കൊച്ചിനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തലത്തൊട്ടപ്പം പറയുകയാണ് ഞാൻ മശിഹായെ സ്വീകരിച്ചിരിക്കുന്നു, സാത്താനെ വീഴ്ചിരിക്കുന്നു. മറ്റൊരാളല്ലാതെ ചെയ്യേണ്ടത് അവനവൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഒരിക്കൽ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റായ സ്നാനമാണെങ്കിൽ ശരിയായ സ്നാനം സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. പണ്ടെടുത്തതൊക്കെ തെറ്റാണെങ്കിൽ ശരിയായിട്ടുള്ളതിലേക്ക് മടങ്ങി വന്നേ പറ്റുള്ളൂ. തെറ്റായിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണെന്ന് വിശ്വസിച്ചിരിക്കാനായിട്ട് സാധ്യമല്ല. ബൈബിളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. തെറ്റായിട്ടുള്ള സ്നാനം സ്വീകരിച്ചവരെയൊക്കെ ശരിയായ സ്നാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ, എഫേസോസിലുള്ള ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പരിശുദ്ധാത്മാവെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. ഉടനെ ചോദിച്ചു എന്നാ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ഇപ്പൊ മനസ്സിലായി യോഹന്നാന്റെ സ്നാനമാണ്. ഉടനെ അത് മനസ്സിലായത് ശരിയായിട്ടുള്ള ഈ ക്രിസ്തീയ സ്നാനമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം തന്നെയാണ്. ആ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള സ്നാനമുണ്ട്, ശരിയായിട്ടുള്ള സ്നാനമുണ്ട്. ഒരു രക്ഷിക്കപ്പെട്ടതിന് ശേഷം അനുഷ്ഠിക്കേണ്ട കാര്യമാണ് വിശ്വാസ സ്നാനം. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി. ഈശോ മശിഹ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോഴെന്നാ വായിക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങാതെ ഒരുത്തും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരത്തില്ല, വെള്ളത്തിൽ മുങ്ങി അല്ലേ. ഇവിടെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, സ്നാനത്തിന്റെ ക്ലാസ് അല്ലല്ലോ. രണ്ടാമത്തെ ശുശ്രൂഷ, രണ്ടാമത്തെ അനുഷ്ഠാനം, ദൈവസഭയുടെ കാർമിക ശുശ്രൂഷയിൽ രണ്ടാമത്തെ അനുഷ്ഠാനമാണ് തിരുമേശ. തിരുമേശ എന്താണെന്നൊക്കെ ഞാൻ പല സന്ദർഭങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. തിരുമേശ വളരെ പ്രധാനപ്പെട്ട. ഈ രണ്ട് ശുശ്രൂഷകൾ ശരിയായിട്ട് ഒരു സഭയ്ക്കകത്ത് നടക്കുന്നോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെയൊക്കെയാ സഭ ഏതാ നല്ല സഭയെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ തന്നെ ശിക്ഷണമുണ്ട് സഭയ്ക്ക്. ശിക്ഷണത്തിന്റെ ശരിയായ പാലനമുണ്ട്. ശിക്ഷണ നടപടികളുള്ള സഭയ്ക്ക്. ശിക്ഷണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ മത്തായി 18 പെട്ടെന്ന് വായിച്ചു. മത്തായി 18:15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിക്ഷണ നടപടിയും അതിന്റെ അടിസ്ഥാനവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. സഭയ്ക്ക് തിരുത്തലുകളുണ്ട്. സഭ ശിക്ഷിക്കാറുണ്ട്. സഭയുടെ ശിക്ഷണ നടപടികൾ എന്തൊക്കെയാണ്? സ്തോത്രം. ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ, ഒരാളൊരു പാപം ചെയ്താൽ, ഒരാളൊരു പിഴവ് വരുത്തിയാൽ എങ്ങനെ ശിക്ഷണ നടപടികൾ നമ്മൾ ചെയ്യേണ്ടത്? ഒരു സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് ഈ ചൂടൊന്ന് ഉറക്കെന്ന് വായിച്ചാൽ ആന്റി. താങ്ക് യു. നീയും അവനും മാത്രമുള്ളപ്പോൾ, എല്ലാരും ഒന്ന് പറഞ്ഞു പഠിച്ചോ. അത് ഒരു സഹോദരൻ നിന്നോടങ്ങ് പിണങ്ങി, ഇവിടെ അങ്ങനെ പിണങ്ങത്തില്ലായിരിക്കും അല്ലേ? അങ്ങ് പിണങ്ങിയാൽ നീ എന്ത് ചെയ്യണം? ശരണം. നീ അവനോട് പിണങ്ങിയാലല്ല, സഹോദരൻ നിന്നോട് പിണങ്ങിയാൽ നീ എന്ത് ചെയ്യണം? അവനിങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞിരിക്കണ്ട, നീ അങ്ങോട്ട് ചെന്നിട്ട് നീയും അവനും മാത്രമുള്ളപ്പോൾ, വേറൊരാളത് കയറാൻ പാടില്ല, വേറൊരാൾ കയറരുത്. നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തണം. അവൻ നിന്റെ വാക്ക് കേട്ടാൽ, അവനത് കേൾക്കുവാണെങ്കിൽ നീ അവനെ നേടി. ഇനി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവൻ നീ എന്നപ്പോൾ നീ നമുക്ക് രമ്യതയപ്പാ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റിയില്ലേ, അങ്ങ് ക്ഷമിക്കുവതരെ എന്ന് പറഞ്ഞ് ചെന്നിട്ട് ഇവൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 2-3 സാക്ഷികളെ കൂട്ടിക്കൊണ്ടുപോകണം. സഭയിലെ 2-3 വ്യക്തികളെ കൂട്ടിക്കൊണ്ടുപോകണം. 2-3 സാക്ഷികളെ കൂട്ടിക്കൊണ്ടുപോയി ആ സാക്ഷികളുടെ വായാൽ സകലവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലണം. അടുത്ത വാക്യം. അവരെ കൂട്ടാക്കാഞ്ഞാൽ, അവരെ മൈൻഡ് ചെയ്യുന്നില്ല ഈ മനുഷ്യനെങ്കിൽ നീ പിന്നെ ചെയ്യേണ്ട കാര്യം സഭയിൽ അത് പറയണം. സഭയെ അറിയിക്കണം, ഇന്ന സഹോദരനോടൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ നേരിട്ട് അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ എന്നെ അംഗീകരിച്ചില്ല. ഞാൻ 2 സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരെ അംഗീകരിച്ചില്ല. ഇനി സഭ ഉത്തരവാദിത്തം പറ. സഭയെ എന്ത് ചെയ്യണം? അറിയിക്കണം. സഭ എന്ത് ചെയ്യണം എന്നറിയാമോ? സഭ പോയി പറയണം. സഭയായിട്ട് അവനോട് പറയും, നീ ഇങ്ങനെ ചെയ്ത് തെറ്റാണ്, നിരന്നേ പറ്റുമെന്ന് പറയുമ്പോൾ സഭയെ അവൻ കൂട്ടാക്കത്തില്ലെങ്കിൽ പിന്നെ ശിക്ഷ. പിന്നെ അവൻ എങ്ങനെ ആയിരിക്കണം? അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അവൻ്റെ കൂടെ കട്ടൻ കാപ്പി പോലും പോയി എന്ത് ചെയ്യരുത്? ഹലോ, കുടിക്കരുത്. ഹോട്ട് ഡോഗ് പോയി അവൻ്റെ കൂടെ മേടിച്ചടിക്കരുത്. പിന്നെ സബ്വേ അവൻ്റെ കൂടെ മേടിച്ചടിക്കരുത്. പിന്നെന്താ? ഹലോ, പിന്നെ ബർഗർ അല്ലേ? എന്താടാ മക്കളെ, ഇവിടെ ഉണ്ടോടാ എല്ലാവരും? ഇവിടെ ഉണ്ടോ? ഹോട്ട് ഡോഗ്, സബ്വേ, പിന്നെന്തുവാ ഈ ഹോട്ട് ഡോഗ്? എന്തോ അങ്ങനത്തെ ഡോഗ് ഉണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ ഒരു മോനോട് ചോദിച്ചത്, മോനെ ഇതെന്തോ ഡോഗാടാ? സ്വതന്ത്രം. അവൻ മേടിച്ചു തന്നില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എന്താന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, സഭയും കൂട്ടാൻ കഴിഞ്ഞാൽ ചുങ്കക്കാരനും പുറജാതിക്കാരനും പോലെ ഇരിക്കട്ടെ എന്നാ. അങ്ങനെ അതിന്റെ സഭയുടെ ശിക്ഷണ നടപടിയുടെ അടിസ്ഥാനം. അല്ലാതെ നമുക്ക് ഒരാളോട്
പിണങ്ങിയിരുന്ന് ദീർഘനാളുകളായിട്ട് പിണങ്ങി ഇങ്ങനെ ഇരിക്കാനൊന്നും ദൈവജനത്തിൽ വ്യവസ്ഥയില്ല. അങ്ങനെയൊക്കെയുള്ള നരകത്തിലേക്കുള്ള യാത്രയിലാണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരുന്നോണം. അവനിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിക്കുകയും അവൻ ദൈവത്തിന്റെ കൃപയിൽ ഔട്ടായി പോവുകയൊക്കെ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ശിക്ഷണത്തിനുള്ള അവസരങ്ങളൊക്കെ ഒരു തെറ്റായ ഉപദേശം വന്നാൽ, തെറ്റായ ഉപദേശം വരുമ്പോൾ തീത്തോസ് 1:13 പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിച്ചു, സമയം പെട്ടെന്ന് ഇരിക. സ്വതന്ത്രം തീത്തോസ് ടൈറ്റസ് 1:13 തെറ്റായ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ അവിടെ ചില ആളുകളുണ്ടായിരുന്നു, വിശ്വാസത്തിൽ ആരോഗ്യമില്ല. ശരീരത്തിൽ ഭയങ്കര ആരോഗ്യമാ, പക്ഷെ വിശ്വാസം സംബന്ധിച്ചെന്തില്ല, ആരോഗ്യമില്ല. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവനാ വിശ്വാസി. വിശ്വാസത്തിന് ഒരു ആരോഗ്യം വേണം. നിന്റെ വിശ്വാസത്തിനും നിന്റെ വിശുദ്ധിക്കും നിന്റെ വേർപാടിനും നിന്റെ പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരു ആരോഗ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആരാധിക്കുമ്പോഴൊക്കെ വിശ്വാസത്തിന്റെ ആരോഗ്യം വേണം. എടാ ഒന്നുമില്ല, ജോലിയുമില്ല, എല്ലാം പോയി, നാളെ ഇവിടുന്ന് പോവാ നാട്ടിൽ, പക്ഷെ നിന്റെ വിശ്വാസം കുറച്ചാളല്ലേ, ആരോഗ്യമുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവം നിന്നെ മാനിക്കുവാൻ ശക്തനായിരിക്കും. സ്തോത്രം. പിന്നെ യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്മൂമ്മ കഥകൾ ശ്രദ്ധിക്കുക, തമാശകളുടെ പിന്നാലെ പോയി, കെട്ടുകഥകളുടെ പിന്നാലെ പോയി, അങ്ങനെയൊക്കെയുള്ള അമ്മൂമ്മ കഥകള്, യഹൂദ കഥകള്, മനുഷ്യരുടെ കൽപ്പനകളൊക്കെ ശ്രദ്ധിക്കാൻ ആളുകൾ പോയപ്പോ അങ്ങനെ ഉള്ളവരെ കഠിനമായിട്ട് എന്ത് ചെയ്യണമെന്നാ, ദുരുപദേശത്തിലേക്ക് പോകുന്ന ആളുകളെ കഠിനമായിട്ട് ശാസിക്കണം. അത് സഭയുടെ ഒരു ദൗത്യമാണ്. 1 തിമോഥെയോസ് 5:20 പരസ്യപാപം ചെയ്യുന്നവരെ ശാസിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരസ്യ പാപം ചെയ്യുന്നവരെ കുറിച്ച് 1 തിമോഥെയോസ് 5:20 പെട്ടെന്ന് വായിച്ചോട്ടെ. സ്വതന്ത്രം. പാപം ചെയ്യുന്നവരെ, ഈ വാക്യമല്ല 5:20 വായിക്കണേ. 1 തിമോഥെയോസ്, തെസ്സലോനിക്കരല്ല, 1 തിമോഥെയോസ്. ഓക്കെ, വായിച്ച വാക്യമാണ്, കറക്റ്റ്. ഓക്കെ, പാപം ചെയ്യുന്നവരെ കേട്ടോ, പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്ക് ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാന്ന. ഇത് നമ്മൾ മിണ്ടത്തില്ല, അവ വിട്ടു പോട്ടെന്ന് എന്തിനാ അങ്ങനെ പറയണം അല്ലേ? സ്വർഗത്തിൽ പോകാൻ കൊണ്ടുവന്നവന്റെ കൂട്ടമല്ലേ ദൈവത്തിന്റെ സഭ ഒരു ആൾക്കൂട്ടമൊന്നും അല്ലല്ലോ. പാപം ചെയ്യുന്നവനാണെങ്കിൽ അവനെ ഭയത്തിനായിട്ട് ശേഷമുള്ളവർക്കും വേണ്ടി, മറ്റുള്ളവരും ആ പാപത്തിൽ പോകാതെ. നമ്മൾ ഈ ചില തെറ്റുകൾ ചെയ്താൽ അടുത്ത തലമുറ ഫോളോ ചെയ്യും. മനസ്സിലായോ? നമ്മൾ ആ ആന്റിക്ക് ചെയ്യാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യാന്ന് ചോദിക്കും. അവരുമാരെ ശ്രദ്ധിച്ചോ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പം അത് കുഴപ്പമില്ലെന്നൊക്കെ വിചാരിക്കും നമ്മൾ, ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതേ പാപം അടുത്ത തലമുറ ചെയ്തു വരും. സ്വത്രം. മനസ്സിലായോ? അങ്ങനെ ചെയ്തു വരുമ്പോ പിന്നെ ഫ്രീട്ടാ, സഭ മലിനപ്പെട്ടു. അതുകൊണ്ടാണ് സഭയിൽ തിരുത്തലുകളും ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അന്നേരം സഭ വിട്ടുപോകല്ല ചെയ്യണത്, ജീവിതത്തെ തിരുത്തി മത്സരിക്കാനോ പാസ്റ്റർ വണങ്ങാനോ ഒന്നും അന്നേരം വരരുത്. അന്നേരം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാണല്ലോ ഇത്. ലൗകികത്വമാണല്ലോ, ജഡികത്വമാണല്ലോ, ലോകസ്നേഹമാണല്ലോ, ദൈവത്തോട് ശത്രുതമാണല്ലോ, ലോകത്തിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നതാണല്ലോ എന്ന് മനസ്സിലാക്കി തിരുത്തലുകളിലേക്ക് എന്ത് ചെയ്യണം? ഹലോ, ചായയൊക്കെ അടിച്ച് അല്ലേ, ചായപ്പെട്ടിയൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോഴേ ചായയൊക്കെ അടിച്ച് നമ്മള് പുട്ടിയൊക്കെ ഇട്ട് അല്ലേ, എന്താ പുട്ടിയൊക്കെ ഇടത്തില്ലേ, പുട്ടിയൊക്കെ ഇട്ട് ചിറിയലും പുട്ടിയിട്ട് മുഖത്തൊക്കെ പുട്ടിയിട്ട് അതൊക്കെ ഇട്ട് കഴിയുമ്പോ അടുത്ത തലമുറ അതിനെക്കാട്ടി വലിയ പുട്ടിയായിട്ടാവും വരും. അന്നേരം ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലർ വാസോട് ചോദിക്കും, അവരോട് പറഞ്ഞോന്ന് ചോദിക്കും. എല്ലാവരും ചോദിക്കും, ആ അങ്കിളിനോട് പറഞ്ഞോന്ന് ചോദിക്കും. ആ അങ്കിൾ ഇതാണ്ട് ഭീകരന്മാര് വെക്കുന്ന പോലത്തെ ഒരു മീശയൊക്കെ വെച്ച്, ഒരു കൊള്ളക്കാരന്റെ മീശയൊക്കെ വെച്ചുകൊണ്ട് ദാ വന്നിരിക്കുന്നു, അതിനോട് വല്ലതും പറഞ്ഞോന്ന് ചോദിക്കും. നമ്മൾ ചുറ്റി പോകത്തില്ലേ? നമുക്കെല്ലാം പറയാൻ പറ്റും, സത്യമല്ലേ? പിള്ളേരാണേലും പിള്ള മനസ്സിൽ കള്ളമുണ്ട്. ഹലോ, നമ്മൾ ഈ പെട്ടിയൊക്കെ അതിന്റെ അല്ലേ, ചിലരൊക്കെ സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലറാ സഞ്ചരിക്കുന്ന. പണ്ടൊരു ചെറുക്കൻ പറഞ്ഞു, പെണ്ണ് കാണാൻ ചെന്നപ്പോ കണ്ട പെണ്ണല്ലിത്, ഈ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞു. അവള് രാവിലെ പുട്ടിയൊക്കെ ഇട്ടോണ്ട് അല്ലേ ഒരു 1.5-2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ നേരത്ത് എന്തൊരു അസ്വസ്ഥയെന്നറിയാമോ? ഈ മുറിക്കകത്ത് കയറിയ പിന്നെ ആരും അവൾ എന്ത് ചെയ്യത്തില്ല, അതിനകത്തോട്ട് കരുതില്ല. പിന്നെ അവളെ നിയന്ത്രിക്കുന്ന ആളുകൾ, കല്യാണത്തിനൊക്കെ പോണം, പിന്നെ ഇവന്മാരാ, ഈ ഫോട്ടോഗ്രാഫർമാരാ പിന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നേ. സ്വതന്ത്രം. പിന്നെ ലാസ്റ്റ് കുത്തഴിഞ്ഞ പുസ്തകമാകുമ്പോഴാ സഭ തേടി പാസ്റ്ററെ തേടി വരും, പാസ്റ്ററെ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണേ, അറിഞ്ഞില്ലായിരുന്നു, കേട്ടില്ലായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു അല്ലേ. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, ഇമാര് വിട്ടിട്ടുണ്ടേ ഒന്ന് പ്രാർത്ഥിക്കാം. 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുക. 10 മണിയായിട്ട് ഒരുക്കം ഇങ്ങനെ കുട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അതിന്റെ തേപ്പൊക്കെ ഉണ്ടല്ലോ, മിനുക്കവും. നിങ്ങളുണ്ടോ ഇവിടെ എല്ലാവരും? എനിക്കറിയാം, ഞാൻ ഗൾഫിലുള്ളവരോടാ സംസാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ അല്ലേ.
ചിലരുടെയൊക്കെ രീതികളൊക്കെ എന്തുവാ, നമ്മളൊക്കെ വന്ന വഴികൾ മറക്കല്ലേ കേട്ടോ. ഓർക്കുമോ? നീ ഓർത്തു നോക്കുമോ, നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർക്കുമോ? നീ ഓർത്തു നോക്കുമോ, നിനക്കോർക്കാതിരിക്കുവാൻ. ഓ, നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും എട്ടഴിച്ചു സന്തോഷം ഉടുപ്പിച്ചതും. നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും എട്ടഴിച്ചു സന്തോഷം ഉടുപ്പിച്ചതും. നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓ, നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർക്കുമോ? നീ ഓർത്തു നോക്കുമോ, നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർക്കുമോ? നീ ഓർത്തു നോക്കുമോ, നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ശ്രദ്ധിക്കുക, പാപം ചെയ്യുന്നവനെ പരസ്യമായിട്ട് ശാസിക്കണം. എന്തിനാണെന്നറിയാം? മറ്റുള്ളവരുടെ ഭയത്തിനായിട്ട്. ഇപ്പൊ പിന്നെ ശാസിച്ചാലും പ്രശ്നമില്ല, അടുത്ത സഭയില്ലേ, ചാക്കുമായിട്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ചാക്കുമായിട്ട് ആ പാസ്റ്റർ ഇരിക്കുകയല്ലേ, നിനക്കൊരു ദൂത് വേണം, പാ അതിനെക്കാട്ടി വലുത് ഞാനിവിടെ തരാം, ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ പിന്നെ സ്തോത്രം, നിങ്ങൾക്കറിയാമോ? ഹലോ, പള്ളിയിലെ ഒരു അച്ഛനെ വേറൊരു സഭ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സുപ്രഭാതത്തില് സഭയിലെ ഒരു അച്ഛൻ ഞാൻ അച്ഛനാകുന്നെന്ന് പറഞ്ഞു വന്നാൽ അച്ഛനാവുമോ? പറ. ഹലോ, നിങ്ങൾ ഈ ലോകത്തിലല്ലേ, ഇവിടെ നിന്നല്ലേ, ഇതൊന്നും കേൾക്കുന്നൊന്നുമില്ലയോ? സമയമൊന്നും ആയില്ല. പള്ളിയിലെ ഒരു അച്ഛൻ അങ്ങ് തീരുമാനിക്കുക, നാളെ മുതൽ ഞാൻ അങ്ങ് അച്ഛനാകുക. നടക്കുവോ? നടക്കത്തില്ല. ഏത് അച്ഛനാണെങ്കിലും നടക്കത്തില്ല. അവിടെ ആ അച്ഛൻ അച്ഛൻ തന്നെയാണ്. ആ അച്ഛനാകണമെങ്കിൽ അതിന്റെ വഴികളുണ്ട്. എല്ലാവരും അച്ഛനാകാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളത് നല്ല കാര്യമാണെങ്കിലും ഒത്തിരി ദോഷങ്ങളും അതിനകത്ത് കിടപ്പുണ്ട്. ഇവന്റെ കുടുംബ പാരമ്പര്യം മൊത്തം നോക്കും. തൂങ്ങിച്ചത്തവനുണ്ടോ, അപ്പം വെള്ളം അടിക്കുന്നുണ്ടോ, പിന്നെ മുഴുവൻ സംഭവം, പിന്നെ ഡിഗ്രി ഉണ്ടോ, മുഴുവൻ നോക്കിയിട്ട് ഇതിനെടുക്കത്തുള്ളൂ. കുറെ ക്ലാസ് കൊടുത്ത് പാട്ടൊക്കെ പഠിപ്പിച്ച് ഞാനെല്ലാം പോയി കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം അതൊക്കെ എന്താണ്. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മുടെ പാരമ്പര്യമോ മറ്റൊന്നും ദൈവം നോക്കിയല്ല. അങ്ങനെ നോക്കിയെങ്കിൽ നമുക്ക് ഈ സൂക്ഷിലൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു. ദൈവത്തിന്റെ കൃപ. എന്നിരുന്നാൽ പോലും സ്വത്രം ഒരച്ഛൻ, ഒരു പള്ളിയിലെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അച്ഛനാകാൻ ഒരു സുപ്രഭാതത്തിൽ പറ്റത്തില്ല. ഇവിടോ നാളെ ഞാൻ പാസ്റ്ററാ, രണ്ടുപേരെയും കൂട്ടി. പിന്നെ ആളെന്തായി? നമുക്കെല്ലാം പറയാം, ഉള്ളി പാസ്റ്ററാ, ദൈവനോട് സംസാരിച്ചു സൂക്ഷനാകാൻ. നമ്മൾ പോയി സഭയം തുടങ്ങി. നമ്മളവിടുത്തെ നാളെ തൊട്ട് അവിടുത്തെ ആളാരാണ്? ഹലോ, പാസ്റ്ററാ. ഇങ്ങനെ ഒരുപാട് പാസ്റ്റർമാരങ്ങാകുക. സ്തോത്രം അല്ലേ? സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരുമെന്ന് അറിഞ്ഞിട്ട് നിങ്ങളിൽ അനേകരും ഉപദേശകന്മാർ ആകരുതെന്ന. അധികം ശിക്ഷാവധി. ഒരുത്തൻ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല വില ആഗ്രഹിക്കുന്നു, ശരിയായിട്ടുള്ള ഒരു വരവാണെങ്കിൽ. എന്നാൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് വളരെ അപകടകരമാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പരസ്യമായിട്ട് ശാസിക്കേണ്ടതിനെ നമുക്ക് പറയാൻ പറ്റുന്ന 4 പേരെ കൂട്ടിക്കളയും. പിന്നെ 4 പേരെ സംഘടിപ്പിക്കും. പിന്മാറ്റക്കാരൻ എപ്പോഴും 4 പേരെയും കൂട്ടിയേ പോകത്തുള്ളൂ. അറിയാമോ? പത്രോസ് എല്ലാം മീൻ പിടിക്കാൻ പോയപ്പോഴേ, ഹലോ, പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവാ. കൂടിരുന്ന പുറകെ പറഞ്ഞു ഞങ്ങളും വരുവാന്ന് പറയും. 6-7 പേരല്ലേ ഒറ്റയടിക്ക് അങ്ങ് പോയത്. പുള്ളി അങ്ങ് പോയാൽ പോരായിരുന്നു. പോത്തില്ല, നിന്നെയും കൊണ്ടേ പോത്തുള്ളൂ എന്നൊക്കെ ചില പിശാചുളങ്ങും പറയത്തില്ലേ. നിന്നെയും കൊണ്ടേ പോത്തുള്ളൂ. സഭയിൽ നിന്ന് ഒരുത്തൻ സഭയിൽ നിന്ന് അവനെ വേണ്ടെന്ന് വെച്ചാൽ അവൻ ഒറ്റയ്ക്ക് പോകുന്ന ആരും വിചാരിക്കേണ്ട. അവനൊരു 4-5 പേരെ കൂട്ടിയേ എന്ത് ചെയ്യത്തുള്ളൂ. ഹലോ, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ. അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതൊക്കെ ഇച്ചിരി തെറ്റായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. പറഞ്ഞാൽ മതി. വചനത്തിന് തെളിവുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അല്ല, ഞാൻ തിരുത്തി പറഞ്ഞേക്കാം. ദൈവത്തിന് സ്വത്രം പറഞ്ഞിട്ട് ഹല്ലേലൂയ. അസാൻമാർഗീയത നിമിത്തം സഭയ്ക്ക് ശിക്ഷ നടപടി എടുക്കാം. നമ്മളെ കൊരിന്ത്യർ ലേഖനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്. കൊരിന്ത്യർ സഭയെ കുറിച്ച് 1 കൊരിന്ത്യർ 5:1 മുതൽ എടുത്ത് വായിക്കണമെന്നില്ല. അത് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അവിടെ എല്ലായിടത്തും എപ്പോഴും വായിക്കാൻ നല്ല നല്ല സുഖം കിട്ടുന്ന വാക്യങ്ങളൊന്നും അല്ല. ദൈവത്തിന്റെ വചനങ്ങൾക്ക് എല്ലായിടത്തും വായിക്കാവുന്ന. എന്നിരുന്നാൽ പോലും അത് വായിക്കണമെന്നില്ല. ഒരുത്തൻ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു സഭയിലെ മറ്റൊരാളുമായിട്ട്. പിന്നെ 2ാം ഭാര്യയാണെന്നാ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ടപ്പോൾ അവനെ സഭയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പക്ഷെ സഭക്കാർക്ക് പുറത്താക്കാൻ
ഉണ്ടാക്കണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ലായിരുന്നു. സ്വതന്ത്രം അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ എപ്പോഴും ഓരോ ആദായങ്ങളും ഒക്കെ നോക്കിയാൽ നമ്മൾ ആളുകളെ നമുക്ക് അവിടെ അവർ പ്രമാണം ലംഘിക്കുന്നതൊന്നും നമുക്ക് ചിലപ്പോൾ വിഷയമല്ല. നമുക്ക് നമ്മുടെ കൂട്ടുകെട്ടും നമ്മുടെ ബന്ധം നമ്മുടെ ഒരു സോണിൽ നിന്ന് ആള് പോയല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷെ ഇവിടെ അവിടെ ആ സഭ പിന്നീട് ആ സഭയിൽ നിന്ന് അവനെ പുറത്താക്കുമ്പോഴും അവനെ സാത്താനെ ഏൽപ്പിക്കുന്നുണ്ട്. സാത്താനെ ഏൽപ്പിക്കുന്ന അവനെ ജഡസംഹാരത്തിനായിട്ട് സാത്താനെ ഏൽപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. സാത്താനെ അതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? വീണ്ടും അനുദപിച്ച് ശരിയായ നിലയിലേക്ക് മടങ്ങി വരുവാനായിട്ട്. അങ്ങനെ മടങ്ങി വന്നായിട്ട് നമുക്ക് ഒരു തെളിവ് ബൈബിളിൽ വായിക്കുന്നു. ഈ വ്യക്തിയെക്കുറിച്ച് തന്നെ ആണെന്ന് അതിനെക്കുറിച്ച് ബന്ധപണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ദുർനടപ്പ് സാൻമാർഗീയതയിൽ ഒരുവൻ വരുമ്പോൾ സഭയ്ക്കത് കേടാ, സഭയ്ക്ക് പുഴുക്കൂത്ത. അവനെ സഭയിൽ നിന്ന് പുറത്താക്കുമ്പോഴും ഇതൊക്കെ സ്നേഹത്തിലാ ചെയ്യുന്നത്, വൈരാഗ്യത്തിലല്ല, സ്നേഹത്തിൽ ചെയ്യുക. അത് സ്നേഹത്തിലും അപ്പോൾ തന്നെ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എന്താണ് സൂക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിൽ ചെയ്യുക. അങ്ങനെ പുറത്താക്കുമായിരുന്നു. സഭ പുറത്താക്കാൻ വൈമനസ്യം കാണിച്ചു അപ്പോസ്തലന്മാര്. സ്തോത്രം, അതിനൊരു നടപടിയെടുത്തവനെ പുറത്താക്കിയപ്പോഴും അവരുടെ പ്രാർത്ഥന അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. അവൻ അനുദപിച്ച ദൈവത്തെങ്കിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. സഭയ്ക്ക് ശിക്ഷണ നടപടികൾ എടുക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശിക്ഷണത്തിന്റെ ശരിയായ പാലനം സഭയ്ക്ക് ഉണ്ടായിരിക്കണം. എനിക്കിനി വിശദീകരിക്കാൻ സമയം ഇല്ല, ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 11:22 സഭയെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? സഭയെ തുച്ഛീകരിക്കരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സഭയെ തുച്ഛീകരിക്കരുത്. എങ്ങനെയാ സഭയെ നമ്മൾ തുച്ഛീകരിക്കുന്നേ? സഭയെ എങ്ങനെ ഒരാൾക്ക് തുച്ഛീകരിക്കാൻ വരുന്നേ? 1 കൊരിന്ത്യർ വായിച്ച വാക്യം 1 Corinthians chapter 11 verse 22. അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നു. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇത് ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല, ഒരു പ്രത്യേക കോണ്ടസ്റ്റിലാണ് കാര്യം പറയുന്നെങ്കിൽ അതിലൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിച്ചു. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിച്ചു. ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കാൻ സമാപിക്കാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും പറയാൻ സമയമില്ല. ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കരുത് ദൈവമക്കൾ. നമ്മൾ പലപ്പോഴും ദൈവസഭയെ തുച്ഛീകരിക്കുന്നവരായി തീരാറുണ്ട്. ഞാനത് പഠിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ച, കർത്താവേ, ഞാൻ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുന്ന ഒരു പാസ്റ്ററാണോ? ദൈവത്തിന്റെ സഭ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സഭയെ ഒരാൾ തുച്ഛീകരിക്കത്തില്ല. എങ്ങനെയൊക്കെ നമുക്ക് ദൈവസഭയെ തുച്ഛീകരിക്കാൻ കഴിയും? എങ്ങനെയൊക്കെ നമുക്കതിനെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വല്ല വാക്കുണ്ടോ? മനസ്സിലായോ? തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ സഭയെ നിസ്സാരവൽക്കരിക്കാൻ, അവഗണിക്കാൻ ഒക്കെ കഴിയുമെന്നറിയാമോ? സ്വതന്ത്രം. 1, സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നതിലൂടെ. ഇബ്രാഹിം നമ്മളത് വായിക്കുന്നുണ്ട്, ഇന്നലെയും വായിക്കേണ്ട. സഭായോഗങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ സഭായോഗത്തിന് പോകാതിരിക്കാൻ നിസ്സാര കാരണങ്ങൾ കണ്ടെത്തുന്നവരുണ്ട്. നാട്ടിലൊരു അച്ഛനുണ്ടായിരുന്നു, മഴ പെയ്യൊന്നും വേണ്ട, കാർമേഘം മൂടിയാൽ മതി, പുള്ളി സഭായത്തിന് പോകത്തില്ല, മുണ്ട് നനയുമെന്നാ പറയും. ഹലോ, മുണ്ട് നനയുമെന്ന് തേച്ച് മടക്കി കൊണ്ടുവന്ന സാധനമല്ലേ ഇത് നനയത്തില്ലേ? അതൊക്കെയോ റീസൺസ്. ചെറുക്ക് ചെറിയ തലവേദന മതി, സഭായോഗത്തിന് പോകത്തില്ല. ചെറുക്കങ്ങ് ഭയങ്കര ക്ഷീണമാണെന്നാ പറയുന്നത് അല്ലേ? സഭായോഗങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ, അവഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ചിലർ പറയുന്നത് എനിക്ക് 1 മണിക്ക് തന്നെ, നാട്ടിലെ കാര്യം കേട്ടോ, 1 മണിക്ക് തന്നെ എന്ത് ചെയ്യണം? കഴിക്കണം. ഈ അച്ചാനൊക്കെയാണ് ഐസിനകത്ത് കിടന്ന് 3ഉം 4ഉം ദിവസം ഒന്നും വെള്ളം പോലും കുടിക്കാതെ അവിടെ കിടന്ന് ഒരു വെള്ളം കുടിക്കാതെ അടക്കി കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഇഷ്യൂവാ. ഇവിടെ പിന്നെ വണ്ടിക്ക് പോകണമല്ലോ. 5 മിനിറ്റ് കൂടി എന്നും ആയിരിക്കത്തില്ല, ഏതൊരു ഗസ്റ്റ് ആയിരിക്കും എന്നോ. അന്നേരമാണ് ഇവരുടെയൊക്കെ വ്യാപാരം. ഈ എന്താണ് പറഞ്ഞ അവരുടെ വിറയില് കൂടുന്ന കാണാൻ സാധിക്കും. സഭയെ തുച്ഛീകരിക്കുന്നത് ഇങ്ങനെയൊക്കെയാ. സഭായോഗങ്ങളെ അവഗണിക്കുമ്പോൾ, കൂട്ടായ്മയിൽ പോകാതിരിക്കുമ്പോൾ, സ്വത്രം നമുക്കതൊന്നുമില്ലെന്നുള്ളൊരു സാക്ഷ്യം കൊടുക്കുക. എന്ന് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കത് വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല, എൻ്റെ കമ്പനി ഞാൻ പോയേ പറ്റൂ, അത് കറക്റ്റ് കാര്യം. സ്കൂളിൽ മക്കളെ രാവിലെ തന്നെ കറക്റ്റ് വണ്ടി വരുമ്പോൾ തന്നെ അതിന് മുമ്പ് എഴുന്നേപ്പിച്ച് ചന്ദ്രനിൽ പോകുന്ന പോലെ ഒരു സാധനമൊക്കെ കയറ്റി ഇടിച്ച് അവനെ സാധനവും കൊടുത്ത് എല്ലാം കൊടുത്ത് രാത്രി പഠിപ്പിച്ച് ബാക്കി അതിൻ്റെ ആളുകൾ A4 ആപ്പിൾ, B4 ബാറ്റ് അല്ലേ ബിനു അല്ലേ എല്ലാം കൂടി പഠിപ്പിച്ച് മോനെ ഓർത്തോണേടാ പരീക്ഷയ്ക്ക് ഫുള്ള് മേടിച്ചോണം. തിരിച്ചു വരുമ്പോഴും ചോദിക്കും, അണ്ടർ സ്കൂളിൽ പോയാൽ കൊച്ചു കിടന്ന് പപ്പ അടിക്കുക മുന്നേ വന്ന് നടന്നിട്ട്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്, മറ്റേത് മറിച്ചത്. പിന്നെ 25 പേര് പറഞ്ഞു കൊടുക്കുക. അപ്പോഴത്തേക്ക് പാസ്റ്റർ എന്നാ മതി മോനെ ഇരിക്കെ, സ്വത്രം. അപ്പോഴത്തേക്ക് അടുത്ത മൈക്കിന് പിടിക്കുന്നു അല്ലേ?
സൺഡേ സ്കൂളിനോടുള്ള മനോഭാവം. എത്ര നാളെ ഒരു വാക്യം പഠിപ്പിച്ചിട്ട് അവന്റെ പുസ്തകം എന്തി അവന്റെ ബുക്ക് എന്തിയാ, അത് അവനെ കീറിക്കളഞ്ഞു. സ്വത്രം. അതുകൊണ്ട് അവൻ ബോട്ടുണ്ടാക്കി, കപ്പലുണ്ടാക്കി, എയർപ്ലെയിൻ ഉണ്ടാക്കി. സ്വത്രം. അതൊന്ന് നോക്കുകയോ ഒന്ന് പഠിപ്പിക്കുകയോ ഒന്ന് തിരുത്തു ചെയ്യാത്ത മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്തോത്രം. എൻ്റെ അടുത്ത് മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം, അപ്പനെ അമ്മയെ നോക്കും ശരിയാണോ നോക്കും. അപ്പനെ അമ്മയും ശരിയാണെങ്കിലേ മോൻ ശരി. യഥാ മാതാ തഥാ പുത്രി, യഥാ മാതാ തഥാ പുത്രി. അത് ശരിയാക്കണ്ടേ? അപ്പം ഇതെല്ലാം ചെയ്യും. ഒരു പാട്ട് പഠിപ്പിക്കത്തില്ല, ഒന്ന് സ്ട്രിക്റ്റായിട്ട് ഇരുത്തത്തില്ല, ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. എന്താ ഞാൻ പറഞ്ഞു വന്നത്? സ്തോത്രം. സഭയെ തുച്ഛീകരിക്കരുത്. കാലാവസ്ഥ മാറി, ഇന്നങ്ങ് ചൂടാ, അതുകൊണ്ട് ഇന്ന് സഭായത്തിന് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഇന്നങ്ങ് തണുപ്പാ, അതുകൊണ്ട് സഭായത്തിന് പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സഭയെ അവഗണിക്കുകയും അതിലൂടെ എന്താ സംഭവിക്കുന്നേ? സ്തോത്രം. നമുക്കിതൊന്നും വലിയ കാര്യമില്ലെന്നുള്ള ആ സാക്ഷ്യം ലോകത്തോട് പറയുകയും അതിനെക്കാട്ടി വലിയ കാര്യമായി എൻ്റെ ഈ കാര്യങ്ങൾ എന്ന് പറയുകയും കർത്താവ് കാൽവറിയിൽ അനാദികാലങ്ങൾക്ക് മുമ്പ് അവൻ ദൈവത്തിന്റെ തിരുകൃതത്തിൽ മറന്നു കിടന്ന ദൈവിക മർമ്മമാകുന്ന സഭയ്ക്ക് വേണ്ടി ജീവനെ കൊടുത്ത് സ്വന്തം രക്തത്താൽ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ നമുക്കേതുമില്ലാത്തതായി തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സഭയെ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ് സഭയെ തുച്ഛീകരിക്കുക. സഭയെ അങ്ങനെ നമുക്ക് തുച്ഛീകരിക്കുക. ഉത്തരവാദിത്തങ്ങൾ കൈക്കൊള്ളുവാൻ അവൻ താല്പര്യമില്ലാതെ അനുഗ്രഹങ്ങൾക്കായിട്ട് മാത്രം സഭയെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സഭയെ തുച്ഛീകരിക്കുക. ചെറുക്ക് പ്രാർത്ഥന ചെയ്തൊക്കെ മതി. ആശുപത്രി രോഗികളെ പോലെ ചില വിശ്വാസികൾ. രോഗം വരുമ്പോ പോകും, രോഗം സൗഖ്യമായി കഴിയുമ്പം വീട്ടിൽ പോകും. പിന്നെ ആശുപത്രിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡോക്ടർ ആരാന്നും അറിയണ്ട, നേഴ്സ് ആരാന്നും അറിയണ്ട, ഒന്നും അറിയണ്ട. ആ കാര്യം കഴിഞ്ഞ് വീട്ടിൽ. പിന്നെ അടുത്ത അവൻ ആശുപത്രി പറഞ്ഞെങ്കിൽ അടുത്ത വയറ്റിന്, അല്ലെ അടുത്ത വയറിളക്കം, അല്ലെ അടുത്ത ക്യാൻസർ, അല്ലെ അടുത്ത പ്രശ്നം വരണം. എന്ത് വരണമെങ്കിൽ ആശുപത്രിയിൽ പോകത്തുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സഭയെ തുച്ഛീകരിക്കുകയാണ്. ഉത്തരവാദിത്വങ്ങളുണ്ട്. അതാണ് ഒന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. സ്വതന്ത്രം. സൺഡേ സ്കൂളിൽ ഉത്തരവാദിത്തമാണ്. അങ്ങനെ സഭയുടെ പല കാര്യങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ ഇത് കെട്ടാൻ പോകുന്നു. ഇതൊരു ഉത്തരവാദിത്തമാണ്. ആരാധന മാത്രമല്ല, ചെറുക്കത് മാത്രം മതി, ആരാധന മാത്രം മതി. പക്ഷേ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിയുമ്പോൾ സഭയെ ഒരു അനുഗ്രഹത്തിന് മാത്രമുള്ള വേദിയായി കണ്ടിട്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ സഭയെ തുച്ഛീകരിക്കുന്നവരായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ശുശ്രൂഷന്മാരോടും ഈ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുക. സ്തോത്രം. ഈ ഒരുങ്ങാതെ ശുശ്രൂഷിക്കുന്നത് സഭയെ തുച്ഛീകരിക്കുന്നതിന് തുല്യമാണ്. വേണ്ടതുപോലെ ഒരുങ്ങുന്നതിൽ പരാജയപ്പെട്ടാൽ സഹിക്കേണ്ട വ്യക്തികൾ, സ്തോത്രം, ശുശ്രൂഷ ചെയ്യേണ്ടവരൊക്കെ നേരത്തെ ഇരുന്ന് ഒരുങ്ങണം. സഭായത്തിനൊക്കെ വരുമ്പോഴും ഒരുങ്ങി വരണം. അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റതാ, പുറമൊക്കെ കീറി കൊണ്ടുവന്നിട്ട് കീറുകയല്ലായിരുന്നു അല്ലെ? സഭായത്തിന് വന്നിട്ട് സന്തോഷിപ്പിച്ച വാക്യം തപ്പിയെടുത്തോണ്ട് ആശുപത്രി പ്രസവിനോട് ഇരുന്നപ്പോ ഇവിടെ സങ്കീർത്തനത്തിൽ നിന്ന് വാക്യം തപ്പിക്കൊണ്ടിരിക്കുക. നാട്ടിലൊക്കെ ആൾ സന്തോഷിപ്പിച്ച വാക്യം. പിന്നെ ചിലർ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും, പാസ്റ്റർ കീറിക്കോളാൻ പറയും. ആ മുട്ട എടുത്ത് ഇങ്ങോട്ട് ഇട്ട് തരും. പാസ്റ്റർ പിന്നെ രാത്രി മുഴുവൻ കീറി ഉണക്കിയൊക്കെ വരുമ്പോഴത്തേക്കിന് പുല്ലുടെ ഇടപാട് കഴിയും. എല്ലാവരോടും ഇങ്ങനെ മുട്ടം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെവിടെ നിന്നാ കീറുന്നേ? ഹലോ, ഏതെങ്കിലും ഒരെണ്ണം കീറി നമുക്ക് കൊടുക്കാം. ഇത് എല്ലാവരും ഈ മുട്ടമായിട്ടാ വരുന്നെങ്കിൽ നമ്മളിത് എങ്ങനെ കീറാൻ പറ്റും? മനസ്സിലാവുന്നുണ്ടോ ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട്? നിങ്ങൾ സന്തോഷം ചിരിച്ചോണ്ടിരിക്കുക അല്ലേ എന്ന് പറ. അല്ലേ, ഈ എല്ലാ മുട്ടൊന്നും കീറാൻ നമുക്ക് ഒരു കീറാമുട്ടികളുണ്ട്. കീറാമുട്ടിയൊന്നും നമുക്ക് കീറാൻ പറ്റത്തില്ല. തമ്പുരാന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ കീറാമുട്ടിയൊക്കെ ആണെങ്കിൽ തമ്പുരാൻ ഒരു കാര്യം ചെയ്യും, അവിടെ വെച്ചാ മോനെ ലാസ്റ്റ് ചെമ്പടുപ്പിലോട്ട് അങ്ങ് തട്ടും. അല്ലേ, വലിയ കഞ്ഞിയൊക്കെ വെക്കുമ്പോ ഈ സാധനം വേണ്ടി വരും നിന്ന് കത്താനായിട്ട്. ഈ നരകത്തിലൊക്കെ നല്ലോണം നിന്ന് കത്താനായിട്ട് ആ ചെമ്പടുപ്പിലോട്ട് ഇതിനെ ലാസ്റ്റിൽ അങ്ങ് തട്ടും, ഇവിടെ വെച്ച് കീറിയില്ലെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഒരുങ്ങാതെ സഭായത്തിന് വരെ ഒരുങ്ങാതെ പ്രസംഗിക്കുക. അത് നമുക്കറിയാം, കേൾക്കുമ്പോൾ അറിയാം. വാസിൽ നിന്നൊന്നും ഒരുങ്ങിയിട്ടില്ലെന്നറിയാം അല്ലേ? ചിലർ പറഞ്ഞ അന്നേരം കിട്ടുമെന്നാ പറഞ്ഞത്. ഇപ്പൊ കിട്ടിയ ദൂതെന്നൊക്കെ പറയും. ഇപ്പൊ കിട്ടിയതെങ്കിൽ പ്രസംഗിക്കരുതെന്നാ ഞങ്ങൾ പൊതുവെ പഠിച്ചിരിക്കുന്നത്. കാര്യം അതൊക്കെ ഒന്ന് നോക്കണം. അതിന്റെ ആകത്തുക അത് നിന്നോട് സംസാരിച്ചല്ലേ, നിന്റെ ഗുണീകരണത്തിന് സംസാരിച്ചല്ലേ. അതൊന്ന് ഒരിക്കലൊക്കെ എടുത്തിട്ട് ചിന്തിച്ചിട്ട് അടുത്ത ആളോട് പറയാം. ചില സന്ദർഭങ്ങളിൽ പറയപ്പെടുന്ന ചില ദൈവാത്മാവിനാൽ പറഞ്ഞു വിടുന്ന ചില ദൂതുകളെ കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരുക്കം അതിനെപ്പോഴും ആവശ്യം. ശുശ്രൂഷ സമയത്ത് അശ്രദ്ധയോടെ ഇരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുക.
എന്തു കേൾക്കുന്നു എന്നുള്ളത് പോലെ ഇമ്പോർട്ടന്റ് എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതും. ഹലോ, എന്ത് കേൾക്കുന്നു? ദൈവസഭയെ കുറിച്ച് കേൾക്കുന്നു, പക്ഷെ എങ്ങനെ കേട്ടു? ആ പ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോ 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നുണ്ട് ഓരോ ദിവസം ഇവിടെ. 1.5 മണിക്കൂർ പ്രസംഗിക്കുക. ആ 1.5 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ സ്വതന്ത്രം അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ, അതിനെ അവഗണിച്ചാൽ, ചെവി തിരിച്ചു കളഞ്ഞാൽ, സ്വതന്ത്രം കേൾക്കേണ്ടതുപോലെ കേൾക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ സഭയെ ചേർന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുന്നു. ഉപദേശപരമായിട്ട് വളർച്ചയില്ലെങ്കിൽ, നമ്മളൊന്നും വളരുന്നില്ല, ഒരു കാര്യം പറയാൻ നമുക്ക് അറിയത്തില്ല. ഒരു വിശ്വാസിയോട് അല്ലെ ഒരു അക്രൈസ്തവനോട് ഒരു വിശ്വാസിക്ക് വീണ്ടും ജനത്തെ കുറിച്ച് പറയാൻ അറിയത്തില്ലെങ്കിൽ അവന് വളർച്ചയില്ല. ചുരിദാർ തയ്ക്കാൻ പഠിക്കുമല്ലോ നമ്മളൊക്കെ സൗകര്യമാര്, എത്ര ദിവസം കൊണ്ട് പെട്ടെന്ന് പഠിക്കത്തില്ലേ? നല്ല ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ, ബിരിയാണി വെക്കാൻ പഠിക്കുമല്ലോ. അതൊക്കെ എങ്ങനെ പഠിക്കുന്നേ? അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക നമ്മളിരുന്ന്. അത് പഠിക്കാമെങ്കിൽ പിന്നെ ഇത് പഠിച്ചുകൂടെ? ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണ്ടേ നമ്മളൊക്കെ? സഹോദരന്മാരെ പഠിക്കണ്ടേ? നല്ല ഓപ്പറേഷൻ നമുക്കറിയാമല്ലോ സഹോദരൻ. പക്ഷെ അതുപോലെ എന്താണ് ദൈവദിനം നമ്മൾ പഠിക്കാത്തത്? ഉപദേശത്തിൽ എന്താ നമുക്കൊരു വളർച്ച അതിനകത്ത് ഉണ്ടാകാത്തത്? അങ്ങനെ നമ്മൾ വളരാതിരിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിന്റെ സഭയെ അവഗണിക്കുകയാണ്. അടുത്തത്, തെറ്റായ ജീവിതം നയിച്ചുകൊണ്ട് ഒരു സഭാംഗമായി തുടരുന്നതിലൂടെ ദൈവത്തിന്റെ സഭയെ അവഗണിക്കുക. ഹലോ, തെറ്റായ ജീവിതം നയിച്ചുകൊണ്ട് ഒരു സഭാംഗമായിട്ട് അങ്ങ് തുടരുകയാ. ഒരു പുള്ളി വണ്ടേ ഉള്ള ആളായിരിക്കും, അല്ലെ പുള്ളി ആയിരിക്കും അതിന്റെ ഒരു തൂണ്, അല്ലെ പുള്ളി ആയിരിക്കും പാസ്റ്റർക്ക് പൈസ കൊടുക്കുന്നേ, അല്ലെ പുള്ളിയുടെ കാരോപ്പിലായിരിക്കും ചില കാര്യങ്ങളൊക്കെ നടക്കുന്നേ. പക്ഷെ തെറ്റായ ജീവിതം നയിക്കുക, എന്താ ചെയ്യാൻ പറ്റും? തെറ്റായ ജീവിതം നയിച്ച് സഭയിൽ തുടരുന്നതിലൂടെ എന്തോ സംഭവിക്കുന്നു? ദൈവത്തിന്റെ സഭയെ അങ്ങനെയുള്ളവര് തുച്ഛീകരിക്കുന്നു. സഭ അത് നിമിത്തമായിട്ട് സമൂഹത്തിൽ ആക്ഷേപിക്കപ്പെടും. അയോഗ്യമായി ദൈവത്തിന് കൊടുക്കുന്നതിലൂടെ, ഹലോ, അയോഗ്യമായി ദൈവത്തിന് കൊടുക്കുന്നതിലൂടെ അല്ല, അയോഗ്യമായി കൊടുക്കുന്നതിലൂടെ. അതിമസമയം ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് വിധ ദൈവത്തിന് കൊടുത്തു. സ്വത്രം അയോഗ്യമായിട്ട് കൊടുക്കുന്നു. ഒരാൾ പറഞ്ഞിരിക്കുന്നത് കോള വാങ്ങാനായിട്ട് കൊച്ചിന് 20 രൂപ കൊടുക്കുന്ന, കോള വാങ്ങാനായിട്ട് 20 രൂപ കൊടുക്കും, സ്വത്രം എടുക്കാൻ ഫിൽസോ എന്താ പറഞ്ഞ സ്വത്രാഴ്ചയ്ക്ക് കൊച്ചിന് എന്തോ കൊടുക്കും? 2 രൂപ കൊടുക്കും. മലയാളത്തിലാകട്ടെ, നമ്മുടെ കേരളത്തിലെ നാടനായിക്കോട്ടെ. പെപ്സി വാങ്ങാനായിട്ട് 35 രൂപ കൊടുക്കും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് വാങ്ങാൻ കൊടുക്കും, അല്ലെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കളിപ്പാട്ടം വാങ്ങാൻ കൊടുക്കും. പക്ഷെ സ്വത്രാഴ്ച കൊടുക്കുമ്പോൾ മോനറിയാം ഇതേ പള്ളി കൊണ്ടുപോകുമെന്നറിയാം. ഹലോ, കൊച്ച അവനല്ലേ വളർന്നു വരുന്നേ, അവനെ വില്ലനാകാതിരിക്കുവോ? സ്വതന്ത്രം ഇല്ലേ? നമ്മുടെ തലമുറകളിലൊക്കെ നമ്മൾ പ്രതീക്ഷ വെക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സഭയൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അച്ചായന്മാരുടെ ഒക്കെ കാലം കഴിഞ്ഞാലേ അടുത്ത എത്ര പേര് ഈ സഭയ്ക്കകത്തുണ്ടാകും ദൈവത്തെ ആരാധിക്കാൻ? അറിയാമോ? പിന്നെ ഒരു പുതിയ വിജാതി വരണം, സഭയ്ക്കകത്ത് ആള് വരണമെങ്കിൽ. എവിടെ നമ്മുടെ മക്കൾ? എവിടെ നിന്റെ മക്കൾ? എവിടെ? സ്വതന്ത്രം നമ്മുടെയൊക്കെ തലമുറകളൊക്കെ സ്വതന്ത്രം ദൈവസഭയെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. സ്വതന്ത്രം കർത്താവിനെ സ്തുതിച്ചാട് ഹല്ലേലൂയ. സ്വതന്ത്രം. അപ്പം പെപ്സി മേടിക്കാനായിട്ട് നമ്മൾ കൊടുക്കും, ദൈവസഭയുടെ കാര്യത്തിൽ നമ്മൾ പിശു കാണിക്കും. അയോഗ്യമായി സഭയ്ക്ക് കൊടുക്കുന്നതിലൂടെ ദൈവത്തിന്റെ സഭയെ നമ്മൾ തുച്ഛീകരിക്കുകയാണ്. പിന്നെ നമ്മുടെ കഴിവുകളെ ദരിദ്രമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ, കഴിവുകളുണ്ടോ അതൊക്കെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കത്തില്ല. എന്റെ കഴിവൊന്നും സഭയിൽ ഉപയോഗിക്കാനുള്ളതല്ല, അത് പുറത്ത് ഉപയോഗിക്കാനുള്ള ചില പറയും. ചില നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവരുണ്ട്, പക്ഷെ സഭയ്ക്കകത്ത് അവർ മിണ്ടത്തില്ല. നല്ല കാര്യപ്രാപ്തിയുള്ളവരുണ്ട്, കഴിവുകളെ സഭയ്ക്കകത്ത് ഉപയോഗിക്കത്തില്ല. ചിലർക്ക് നല്ലതായിട്ട് പാടാൻ അറിയാതെ സഭയ്ക്കകത്ത് പാടത്തില്ല, വൈപ്പിക്കകത്തൊന്നും പാടത്തൊന്നുമില്ല അവര്. ഹലോ, വൈപ്പിക്കകത്ത് പാടത്തില്ല. വേറെ എവിടെയെങ്കിലും എന്താണ് ഓണാഘോഷ പരിപാടിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പാട്ട് പാടും. എന്താ സംഭവിക്കുന്നേ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവുകളെ നമ്മള് സഭയിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ നമ്മുടെ സഭയെ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യാണ്? തുച്ഛീകരിക്കുകയാണ്. സഭയിൽ നിന്ന് ബന്ധമില്ലാതെ അകന്നു നിൽക്കുന്നതിലൂടെ, സഭയുമായിട്ടുള്ള ഒരു കൂട്ടായ്മയില്ലാതെ, ചിലവന്ന് സഭയൊന്നും പോയിട്ട് കാര്യമില്ല, റേഡിയോക്കകത്ത് നല്ല പ്രസംഗമുണ്ട്, ടിവിക്കകത്ത് നല്ല ആരാധനയുണ്ട്, സ്വതന്ത്രം അതൊക്കെ വെച്ച് കണ്ടോണ്ടിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ജീവിക്കുന്നതിലൂടെ, സഭയുടെ ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലൂടെ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുകയാണ്. സഭയോട് ചേരാൻ മടിക്കുന്നതിലൂടെ, സഭയുടെ ഒരു അംഗമായി തീരാൻ മടിക്കുന്നതിലൂടെ ഒരാൾ ചെയ്യുന്നത് അവൻ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കും. ഇത് നിമിത്തം സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ക്രിസ്തുവിന്റെ ശരീരം വേദനിക്കുക ഈ തുച്ഛീകരിക്കുമ്പോഴല്ല. സ്വതന്ത്രം സഭയ്ക്ക് സഭ വീക്കായിട്ട് മാറുക,
കൂടുതൽ ഭാരം ചുമക്കേണ്ടതിൽ ആ നിലയിലേക്ക് സഭ മാറ്റപ്പെടുന്നു. മാത്രമല്ല, ഇങ്ങനെ തുച്ഛീകരിക്കുന്ന വ്യക്തി ആത്മീകമായിട്ടും ധാർമ്മികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവൻ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവത്തിന്റെ സഭ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. എല്ലാവരും ഉറക്കെ പറയണം, ദൈവത്തിന്റെ സഭയെ, ഓ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് എന്നെ അവന്റെ മണവാട്ടിയാക്കി, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാക്കി, കർത്താവിന്റെ സ്തോത്രം സഭയാക്കി എന്നെ തീർത്ത എന്റെ കർത്താവിനെ, അവന്റെ സഭയെ ഞാൻ എന്റെ ജീവനുള്ളിടത്തോളം ഞാനും എന്റെ തലമുറയും അവഗണിക്കത്തില്ല. ഞാൻ തുച്ഛീകരിക്കത്തില്ല. വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഞാൻ സഭയെ തുച്ഛീകരിക്കത്തില്ല. സഭ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ. എന്റെ ജീവിതവും എന്റെ ആയുസ്സുമൊക്കെ സഭയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കും. ഈ ഒരു കാഴ്ചപ്പാട് ഈ ക്ലാസ്സിലൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സഭ എന്ത് അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ കാഴ്ചപ്പാടുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. സഭയുടെ പ്രത്യാശ എന്താണെന്ന് അറിയാം. നമ്മുടെ ആരുമനാഥനായ, സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് മടങ്ങി വരും. സ്തോത്രം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരിക്കുന്നു. തീത്തോസിൽ വായിക്കുന്നേ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടുമെല്ലാം വർദ്ധിച്ചുകൊണ്ട് സുബോധമുള്ളവരായിട്ട് ജീവിച്ചുകൊണ്ട് നമ്മൾ അവന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവരാ. സ്തോത്രം. അതാ സഭയുടെ പ്രത്യാശ. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവവചനത്തിലെ എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായിട്ടുണ്ട്. ഇനി നിവൃത്തിയാകാനുള്ള വാഗ്ദത്തമാണ് കർത്താവിന്റെ മടങ്ങി വരവ്. അപ്പോസ്തലന്മാര് പറഞ്ഞു യേശു മടങ്ങി വരുമെന്ന്. യേശു തന്നെ പറഞ്ഞു, ഞാൻ മടങ്ങി വരുമെന്ന്. തിരുമേശ വിളിച്ചു പറയുന്നു, യേശു മടങ്ങി വരുമെന്ന്. സ്തോത്രം. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, യേശു മടങ്ങി വരുമെന്ന്. അതേ പ്രിയരെ, സഭയെ ചേർക്കുവാൻ സഭയുടെ ആദരായ കർത്താവ് മടങ്ങി വരും. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, 4-ാം അധ്യായത്തിൽ, കർത്താവ് താൻ വായിച്ചെടുത്ത് വായിച്ചേ, 1 തെസ്സലോനിക്കർ 4-ന്റെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ, അങ്ങനെ ഒരു കൂട്ടരുണ്ട് കേട്ടോ, മരിച്ചവരല്ല, ക്രിസ്തുവിൽ മരിച്ചവർ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, എന്നാലേ ക്രിസ്തുവിൽ മരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ക്രിസ്തുവിൽ ജനിച്ച് വീണ്ടും ജന്മം പ്രാപിച്ചവര്, ക്രിസ്തുവിൽ ജീവിക്കുന്നവര്, ആത്മാവിനെ അനുസരിച്ച് നടത്തപ്പെടുന്ന ദേവാലയങ്ങൾ, അവർ ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും മുമ്പേ, ഫസ്റ്റ്. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ, അതൊരു മർമ്മമാ. പൗലോസ് ഒരുപാട് മർമ്മങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒടുവിൽ കൊരിന്ത്യർക്ക് പറഞ്ഞു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എന്താ മർമ്മം? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ പെട്ടെന്ന് കണ്ണിമയ്ക്കരുടയിൽ കാഹളം ധ്വനിക്കും. മനുഷ്യർ അക്ഷരായി ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഒരിക്കൽ മരിക്കുകയെന്നുള്ള ആ ദൈവിക വചനം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ കേസ്, ഒരു മർമ്മമായിട്ട് അതിനകത്തുണ്ട്. അതെന്താണെന്നറിയാമോ? മരണം കാണാതെ എടുക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ഇന്ന് പകൽ യേശുവിന്റെ മടങ്ങി വരവ് നടന്നാൽ ആ മർമ്മം ഇവിടെ നിവൃത്തിയാകുമെന്ന്. മാമൻ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടൂ. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളവർ രൂപാന്തരപ്പെടും. അവർ മരിക്കത്തില്ല, രൂപാന്തരപ്പെടും. 3 ശബ്ദങ്ങളോടുണ്ടല്ലേ. ഒന്ന്, കർത്താവിന്റെ ഗംഭീര നാദം. എന്തിനാ അറിയാമത്? കർത്താവിന്റെ ഗംഭീരനാദം എന്തിനു വേണ്ടിയുള്ളതെന്നറിയാമോ? ഗംഭീരനാദം മരിച്ചവരുടെ ഉയർപ്പിന് വേണ്ടിയുള്ളതാണ്. മരിച്ച വിശുദ്ധന്മാർ, മൺമറഞ്ഞ വിശുദ്ധന്മാർ, അവർക്ക് വേണ്ടിയുള്ളതാണ് ഗംഭീരനാദം. യേശുവിന്റെ ഗംഭീരനാദം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മരിച്ചവർ ഉയർത്തിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് യേശു ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ ആ ഗംഭീരനാദത്തിന് മുമ്പിൽ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. ക്രൂശിൽ യേശു കിടക്കുമ്പോൾ ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചുകൊണ്ട് പ്രാണനെ വിടുന്ന സമയത്ത് മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ കല്ലറകൾ വിട്ടുവെന്നാ വായിക്കുന്നേ. മരിച്ച വിശുദ്ധന്മാരിൽ ചിലരുടെ ഉയർപ്പിന് ആ യേശുവിന്റെ ശബ്ദത്തിന്, ആ ഗംഭീരനാദത്തിന് കാരണമായെങ്കിൽ
ലാസറിനെ ഉയർപ്പിക്കുന്നതിനും മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിക്കുന്നതിനും യേശുവിന്റെ ശബ്ദത്തിന്, ഉറക്കെയുള്ള ശബ്ദത്തിന് കഴിഞ്ഞെങ്കിൽ, ആസന്ന ഭാവിയിൽ, അനധിവിദൂര ഭാവിയിൽ എന്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഗംഭീരനാഥത്തോടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. പൗലോസ് പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും. പിന്നെ അതെന്തിനാണെന്നറിയാമോ? ഉയർത്തെഴുന്നേൽക്കുന്ന രൂപാന്തരപ്പെട്ട് മുകളിലോട്ട് വരുന്ന വിശുദ്ധന്മാരെ തടയുവാൻ ആകാശമണ്ഡലങ്ങളിൽ ആകാശത്തിന്റെ അധികാരമുണ്ട്. ആകാശത്തിന്റെ അധികാരത്തിന് അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായ പിശാചവന്റെ ദൂതന്മാരുടെ സംഘം ആകാശമണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഉയർപ്പിനെതിരെ അവര് സമ്മേളിച്ചേക്കാം. അതിനാണ് പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന്റെ യുദ്ധങ്ങൾ ഏറ്റെടുക്കുന്ന സ്തോത്രം പ്രധാന ദൂതന്റെ ആ യുദ്ധത്തെ അവരുടെ ഇടപെടലായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് ദൈവത്തിന്റെ കാഹളധ്വനി. ഇതാർക്ക് വേണ്ടിയുള്ളത് അറിയാമോ? ചർച്ചിൽ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയാ. സ്തോത്രം. ദൈവത്തിന്റെ കാഹളധ്വനി. ഇസ്രായേലിലെ കാഹളം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ കാഹളമുതുമായിരുന്നു. ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ പുറപ്പാടിന്റെ സമയമായെന്ന് അവരറിഞ്ഞ് അവരൊരുമിച്ച് യാത്ര പുറപ്പെടുമായിരുന്നു. ഇതുപോലെ ദൈവസഭയുടെ യാത്രയ്ക്കുള്ള ശബ്ദമായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കാഹളധ്വനി. ഇന്ന് പകലിൽ ദൈവത്തിന് നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, അനധിവിദൂര ഭാവിയിൽ യേശുവിന്റെ കാഹള ശബ്ദം നിന്റെ ചെവിയിൽ മുഴങ്ങും. ഇന്ന് യേശു സംസാരിക്കുന്ന ശബ്ദം തിരിച്ചറിയാനും കേൾക്കാനും നിനക്ക് കഴിവുണ്ടെങ്കിൽ ആ ശബ്ദം നീ കേൾക്കാതെ പോകുകയില്ല. ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാഥത്തോട് ചേർന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, ഇറങ്ങി വരൂ. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരൂ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കാവുന്ന ദൂതന്മാരോട് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു താൻ പോയതുപോലെ മടങ്ങി വരും. ഇറങ്ങി വരികയും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർന്നു നിൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, എത്ര ഭാഗ്യകരമായ പ്രത്യാശയാ. ഇന്ന് പകലിൽ സംഭവിച്ചാൽ ജീവനോട് ശേഷിക്കുന്ന നാം, ദൈവത്തിന്റെ സഭ, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ, അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടൂ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. വാക്യം വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 3-ന്റെ അവസാനത്തെ വാക്യമല്ലേ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. കേട്ടോ, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നാം കാത്തിരിക്കുന്ന അടുത്ത വാക്യം, അവൻ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം കേട്ടോ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നീ വെറുതെയല്ല ദൈവസഭയിൽ ആരാധിക്കാൻ വന്നത്, വെറുതെയല്ല രക്ഷിക്കപ്പെട്ടത്, വെറുതെയല്ല സ്നാനപ്പെട്ടത്, വെറുതെയല്ല ആത്മാവിൽ ആരാധിക്കുന്നത്. ഈ കഷ്ടതയും ബുദ്ധിമുട്ടും ത്യാഗമൊക്കെ സഹിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. യേശുവിന്റെ പ്രത്യക്ഷതയാ. അന്ന് നിന്റെ ഈ ശരീരമുണ്ടല്ലോ, ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ശരീരം, രോഗമുള്ള ശരീരം, ബലഹീനമുള്ള ശരീരം, ഇതിന് താഴ്ചയുണ്ട്. 70 താഴ്ച ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് ദ്രവത്വമുള്ള ശരീരമാണ്, ഇത് പ്രാകൃത ശരീരമാണ്, ഇത് അപമാനമുള്ള ശരീരമാണ്. സ്തോത്രം. ഇത് ബലഹീന ശരീരമാണ്. സ്തോത്രം. മർത്യമായ ശരീരമാണ്. ഇത് മൺമയമായ ശരീരമാണ്. ഇങ്ങനെ 70 താഴ്ച ഈ ശരീരത്തിനുണ്ട്. എന്നാൽ ലഭിക്കാൻ പോകുന്ന ശരീരം, പുനരുത്ഥാന ശരീരത്തിന് 70 ഉയർച്ചയുണ്ട്. ആത്മീയ ശരീരത്തോടുകൂടെ, അധികം ശക്തിയുള്ള ഒരു ശരീരത്തോടുകൂടെ, അമർത്യമായതുള്ള ശരീരത്തോടുകൂടെ, വിൺമയമായ ശരീരത്തോടുകൂടെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. പൗലോസ് പറയുകയാണ്, അവന്റെ പ്രത്യക്ഷതയിൽ അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്, തന്റെ സഞ്ചരിക്കുന്ന ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്. അതാ പൗലോസ് പറയും, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയുന്നതിന് ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുക. ഈ തന്റെ വ്യാപാര ശക്തി കൊണ്ട് ഞങ്ങളുടെ ഈ താഴ്ചയുള്ള ഈ ശരീരത്തെ, അടുത്ത വാക്യം മറമേലോട് ചേർന്ന്, തന്റെ മഹത്വമുള്ള
ശരീരത്തോട്, ആരുടെ? യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തു. നമ്മൾ അവനെ അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണും. നമ്മൾ അവനോട് സദൃശന്മാരായി തീരൂ. അതിനുവേണ്ടി നിന്നെ ദൈവസഭയിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ വിശുദ്ധീകരണത്തിൽ ജീവിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നീ വേർപാടിലെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്. ആ കാഹളം ധ്വനിക്കാൻ സമയമായി. എല്ലാവരും ഇരുന്നാട്ടെ. ആ കാഹളം ധ്വനിക്കാൻ സമയമായിരിക്കുക. ലോകത്തിലെ സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. അവൻ നമ്മളുടെ പ്രവാസികളും പരദേശികളുമാ. നമുക്കിവിടെ ഒരു പുറപ്പാടുണ്ടെന്നുള്ളത് ഓർത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിക്ഷേപങ്ങളെ, സമ്പാദ്യങ്ങളെ അവൻ സൂക്ഷിക്കുവാനായിട്ട് വ്യഗ്രതപ്പെടാതെ സ്വർഗത്തിൽ നിക്ഷേപം സമ്പാദിച്ചുകൊണ്ട് യാത്രയ്ക്കായി ഇന്ന് രാവിലെ നമുക്ക് ഒരുങ്ങാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കുള്ള പ്രത്യാശ എത്ര വലുതാ. മരിച്ചു മൺമറഞ്ഞാലും ആ ഗംഭീരനാഥത്തിങ്കൽ നമുക്കൊരു ഉയർപ്പുണ്ടാകും. ഇല്ല, നമ്മൾ മരിച്ചില്ല, യേശു വരുമ്പോൾ ജീവനോടായിരിക്കുന്നതെങ്കിൽ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകും. താഴ്ചയുള്ള ശരീരമുണ്ടല്ലോ, താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തും. എല്ലാ കണ്ണും ചാട്ട്, എല്ലാവരും സ്വത്രം ചെയ്താട്ട്, സ്വത്രം ചെയ്താട്ട്, സ്വത്രം ചെയ്താട്ട്.